Yes. So good evening, everybody. So നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. It's almost time 7:35. So നമ്മൾ begin ചെയ്യാണ്. So first of all, I'd like to welcome everybody to another SideBridge webinar. And also I thank you all because on time നിങ്ങൾ join ചെയ്തതിന് ഒരുപാട് thank you. So നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? Yes. അപ്പോ yes. Good evening. Good evening, guys. Yes. യെസ്, അപ്പൊ നമ്മൾ അറിയിച്ച പോലെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് പാർട്ട്ണർഷിപ്പ് കീ കോൺവെർസേഷൻസ് ബിഫോർ മാരേജ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വെബിനാറിന്റെ ടോപ്പിക്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, മാരേജ് എന്ന് പറയുന്നത് ഒരു രണ്ട് വ്യക്തികളുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ്. സോ അവരെ സംബന്ധിച്ചിടത്തോളം, ആ രണ്ട് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താ പറയാ, എൻറ്റയർലി ന്യൂ ആൻഡ് ഡിഫറെന്റ് ഫേസ് ഓഫ് ലൈഫ് ആണ് അവരുടെ. ആൻഡ് അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും രണ്ട് ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആണ്, രണ്ട് ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്, അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് മൈൻഡ് സെറ്റ്സ് ആണ്, രണ്ട് ഡിഫറെന്റ് സൊസൈറ്റീസ് ആണ്. സോ ഈ ഡിഫറൻസുകൾ തമ്മിൽ ഒന്നിക്കുന്നതിന് മുന്നേ അവർ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മാരേജിന് മുന്നേ അവർ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ടു ഗോ ഫോർവേഡ്, അല്ലെങ്കിൽ ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിട്ട് അത് മുന്നോട്ട് പോകാനായിട്ട് അവർ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇതിലേക്ക് ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ക്യാൻ ഹെൽപ്പ് എ ലോട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു റിസോഴ്സ് പേഴ്സൺ ആണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്, അപർണ മാം. ആൻഡ് അപർണ മാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ കറന്റ്ലി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗസ്റ്റ് ലെക്ചറർ ആയിട്ട് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓൾസോ റിസർച്ച് സ്കോളർ, സെക്ഷുവാലിറ്റി എന്ന ഏരിയയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കറന്റ്ലി. ആൻഡ് ഓൾസോ കേരള ഗവൺമെന്റിന്റെ മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ 3 years പ്രീമാരിറ്റൽ കൗൺസിലർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപർണ മാം. സോ അത്രയും എക്സ്പീരിയൻസ്ഡ് ആണ്. അതുപോലെ തന്നെ പ്രീമാരിറ്റൽ ജസ്റ്റ് കയറി വരുന്നവരെ കൺമ്യൂട്ട് ആവുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ഓക്കെ, സോ അതുപോലെ തന്നെ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ചെയ്യുന്ന ട്രെയിനേഴ്സിന്റെ ട്രെയിനിങ് കൊടുക്കുന്നത്, അതായത് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രീമാരിറ്റൽ കൗൺസിലർ ആണ് നമ്മളുടെ അപർണ മാം. സോ അത്രയും നോളജബിൾ ആണ്, അത്രയും എക്സ്പീരിയൻസ്ഡ് ആണ്. സോ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഇത്രയും നോളജബിൾ ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിനെ ഇന്നത്തെ നമ്മുടെ വെബിനാറിൽ ക്ലാസ് എടുക്കാനായിട്ട്, സെഷൻ എടുക്കാനായിട്ട്, ലീഡ് ചെയ്യാനായിട്ട് ലഭിച്ചത് വി ആർ റിയലി പ്രിവിലേജ്ഡ്. സോ ഞാൻ അപർണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ് ടു ലീഡ് അവർ സെഷൻ. വെൽക്കം അപർണ മാം. ഹലോ. Yes. Thank you. ഓഡിബിൾ ആണ് കേട്ടോ. നീണ്ട ഇൻട്രൊഡക്ഷൻ ഓഡിബിൾ ആണല്ലേ? ഓക്കെ. അപർണ മാം എന്നെ കൂടി പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. സോ എന്താ പറയാ, എനിക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അത്രയും നല്ലൊരു ഇൻസൈറ്റ്ഫുൾ സെഷൻ ആയിരിക്കും എന്നുള്ളതിൽ ഞാൻ ഗ്യാരണ്ടി തരാണ്. ഒരുപാട് ടേക്ക് അവേസ് നമുക്ക് ഈ ഒരു സെഷനിൽ നിന്ന് ഉണ്ടാവും. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ വിത്ത് us. ആൻഡ് സെഷനിലേക്ക് കടക്കാം നമുക്ക്. ഓക്കെ, ഇത്ര ഹൈപ്പ് കൊടുക്കേണ്ടിയിരുന്നില്ല. കഴിഞ്ഞു കഴിയുമ്പോ എല്ലാവരും എന്റെ അടുത്ത് അഗ്രി ചെയ്തുള്ളത് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ്. എല്ലാവരും റെഡി ആണെന്ന് തോന്നുന്നു. അപ്പം പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു ഇന്ററാക്റ്റീവ് സെഷനാണ് പ്ലാൻ ചെയ്യുന്നത്. എല്ലാവരും മറുപടി പറയും എന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും അതെ ചാറ്റായിട്ട് ഇടണ്ട, പറ്റെങ്കിൽ ഓഡിയോ ഓൺ ആക്കിയിട്ട് പറയുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പൊ നമുക്ക് തുടങ്ങാം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം മാരേജ് എന്നുള്ളതൊക്കെയാണ്. എന്താണ് മാരേജ് എന്ന് പറയാൻ പറ്റും? രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഉടമ്പടി, എഗ്രിമെന്റ്. ഫോർമേഷൻ ഓഫ് എ ന്യൂ ഫാമിലി. ഓക്കെ, അപ്പോൾ നമ്മൾ മാരേജിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ മാരേജ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഫോർമൽ ആയിട്ടുള്ള ഒരു യൂണിയൻ ആണ് രണ്ടാളുകളുടെ. അത് ഒരു മെയിലും ഫീമെയിലും ആവാം, മെയിലും ആവാം, ഫീമെയിലും ആവാം, ക്യൂർ ആയിട്ടുള്ള ആളുകളും ആവാം. ഇപ്പൊ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഫോർമൽ യൂണിയനെയാണ് മാരേജ് എന്ന് പറയുന്നത്. അതിൽ ഒരു ലീഗൽ കോൺട്രാക്ട് ഉണ്ടാവും. അതായത് രണ്ട് വ്യക്തികളുടെ ജീവിതത്തിലെ ഒരുമിച്ച് പോകുന്നതിനെ ഒന്ന് ലീഗലി കൂടെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ലീഗൽ കോൺട്രാക്ട് എന്ന് കൂടെ നമ്മൾ അതിനെ വിളിക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ മാരേജ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു കൗൺസിലറും ക്ലയന്റുമായിട്ടുള്ള ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൗൺസിലർ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തിയും ക്ലയന്റ് എന്ന് പറയുന്നത് ഒരു നീഡുമായിട്ട് നമ്മളുടെ അടുത്തേക്ക് വരുന്ന ഒരാളുമാണ്. അപ്പൊ ഈ കൗൺസിലർ എന്ന് പറഞ്ഞ
കൺവെർസേഷനിൽ ഈ ക്ലയന്റിനെ അവരെ കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്യാനും അവരുടെ പ്രോബ്ലംസിന് സൊല്യൂഷൻസ് കണ്ടെത്താനുള്ള പൊട്ടൻഷ്യല് തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കാനും അതിലൂടെ തന്നെ അവരുടെ ഗോൾസിനെ ഐഡന്റിഫൈ ചെയ്യാനും അവർക്ക് തന്നെ അവരുടെ ഗോൾസിലേക്ക് അച്ചീവ് ചെയ്യാനുമുള്ള ഒരു സജസ്റ്റീവ് പാത്ത് ഉണ്ടാക്കി കൊടുക്കലാണ് കൗൺസിലിങ്ങിലൂടെ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇതാണ് മാരേജ് ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇതൊരു പ്രിമാരിറ്റൽ കൗൺസിലിംഗിലേക്ക് വരുമ്പോഴേക്കും എന്താവും എന്ന് വെച്ച് കഴിഞ്ഞാല്, മാരേജിന് മുന്നേ തന്നെ എന്താണ് മാരേജ് എങ്ങനെയായിരിക്കും? സൗണ്ട് വളരെ കുറവാണ്. എന്റെ സൗണ്ട് കുറവായതുകൊണ്ടായിരിക്കും ചിലപ്പോ. ഇല്ല മാം, ഫൈനാണ് കേൾക്കുന്നുണ്ട്, ഫൈനാണ്. ഓക്കെ. പ്രീമാരിറ്റൽ കൗൺസിലിംഗിലേക്ക് വരുമ്പോഴേക്കും രണ്ട് വ്യക്തികൾക്ക് മാരേജ് എന്നുള്ള കൺസെപ്റ്റ് എന്താണ്, ആ സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയാണ്, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിലേക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, നമ്മൾ എങ്ങനെ അവിടെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് പ്രീമാരിറ്റൽ കൗൺസിലിംഗിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവുക. സോ ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗിന്റെ നീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആഫ്റ്റർ മാരേജ് വരുന്ന പല പ്രശ്നങ്ങൾക്കും നമ്മൾ നേരത്തെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന രീതി. ഓക്കെ, നേരത്തെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, ആഫ്റ്റർ മാരേജ് വരാവുന്ന പ്രശ്നങ്ങളെ നേരത്തെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, പിന്നെ ആഫ്റ്റർ മാരേജ് വരുന്ന സർക്കംസ്റ്റൻസിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ മെച്ചൂർഡ് ആയിട്ട് അത് റിയാക്ട് ചെയ്യണം എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരുന്നതായിരുന്നു. അല്ലെങ്കിൽ എന്താ പറയുക, പെട്ടെന്നുള്ള ക്വിക്ക് റിയാക്ഷൻ അത് ലൈഫിനെ സ്പോയിൽ ചെയ്യാനുള്ള ഒരു കാരണമായി മാറും. അപ്പോൾ അതിനെക്കുറിച്ചൊരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഷെയർ ചെയ്യുന്നുണ്ട്, പഠിച്ച് മനസ്സിലാക്കി പോകുന്നതായിരിക്കും. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? അതായത് ഒരു ബോണ്ടിങ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുക, ഒരു മെച്യൂരിറ്റി ലെവൽ എങ്ങനെ തിങ്ക് ചെയ്യുക, ഒരു ഷോർട്ട് ടെമ്പേർഡ് ആവാതെ അത് എങ്ങനെയാണ് മെച്യൂരിറ്റി ആയിട്ട് അത് ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ. പിന്നെ എന്തെങ്കിലും ഉത്തരങ്ങളുണ്ടോ? പിന്നെ രണ്ട് വ്യക്തികളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവുന്ന ഒരു വലിയ മാറ്റമാണ് ഒരു വിവാഹം എന്നുള്ളത്. അപ്പൊ ആ മാറ്റം വരുന്ന സാഹചര്യങ്ങളെയും അവസ്ഥകളെയും എങ്ങനെ സ്വയം അഡാപ്റ്റ് ചെയ്യാനും കോപ്പ് ചെയ്യാനും എങ്ങനെ അറിഞ്ഞിരിക്കണം എന്നുള്ളതിലേക്ക് ഒരു ഇൻസൈറ്റ് കിട്ടും എന്നുള്ളതാണ്. ഒരു മുൻപേ നമ്മളൊരു കൗൺസിലിങ്ങിന് പോവുകയാണെങ്കിൽ അത് എത്ര കപ്പാസിറ്റി ഉള്ള ആളുകളാണെങ്കിലും പോസിറ്റീവായ ആളുകളാണെങ്കിലും അങ്ങനെ ഒരു ഇൻസൈറ്റ്ഫുൾ കിട്ടുവാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്കൊരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടോ നിങ്ങൾ പറഞ്ഞു? എങ്ങനെ ഇനി മുന്നോട്ട് പ്രത്യേകിച്ചും എന്തിനു വേണ്ടിയാണ് മാരേജ് എന്നതിനെ കുറിച്ചുള്ള ഒരു ഇൻസൈറ്റ്. എന്തിനു വേണ്ടിയാണ് മാരേജ്? യെസ് എക്സാക്ട്ലി, എന്തിനു വേണ്ടിയിട്ടാണ് മാരേജ് എന്നുള്ളതിനെ പറ്റി ഒരു ഇൻസൈറ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ പൊതുവെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറഞ്ഞ പോലെ ഒരു അവയർനെസ് കിട്ടും. എന്തൊക്കെയാണ് ഒരു പാർട്ട്ണർഷിപ്പിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ നമുക്ക് പോസിബിളി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ പറ്റി ഒരു അവയർനെസ് കിട്ടും. അത് മാത്രമല്ല സയന്റിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഇപ്പം നേരത്തെ ഒരാൾ പറഞ്ഞു പോസിബിൾ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് എന്നുള്ളത്. അപ്പൊ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ആയിരിക്കില്ല, ഈ പ്രശ്നങ്ങളെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ളതിനുള്ള ഉത്തരം നമുക്ക് കിട്ടുന്നുണ്ടാവും. ചിലപ്പോൾ സൊല്യൂഷനും കിട്ടുന്നുണ്ട്, വളരെ റെയർ ആയിട്ട്. പക്ഷെ ഇനിയിപ്പോൾ നമ്മളെ കൊണ്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് ആരുടെ അടുത്ത് പോയിട്ട് ഹെൽപ്പ് സീക്ക് ചെയ്യാം എന്നുള്ളതിന്റെ ഉത്തരം നമുക്ക് കിട്ടുന്നുണ്ടാവും. അതുപോലെ മാരേജിലേക്ക് എന്താണ് ഓക്കെ മാരേജിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് കുറേ സ്കിൽസ് ആവശ്യമുണ്ട്. ഇപ്പൊ മാരേജിൽ നിന്ന് മാത്രമല്ല, ഒരു മനുഷ്യനെ ജീവിക്കണമെങ്കിൽ ഒരുപാട് സ്കിൽസിന്റെ ആവശ്യമുണ്ട്. പക്ഷെ മാരേജ് എന്ന് പറയുന്ന ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടി ഈ സ്കിൽസിന്റെ അഡ്വാൻസ്ഡ് ലെവലിൽ നമുക്ക് ആവശ്യമുണ്ട്. കാരണം ആ റിലേഷൻഷിപ്പ് നമുക്ക്
ഒരുപാട് കാലത്തേക്ക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മൾ നിരന്തരം എഫേർട്ട് ഇടേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സ്കിൽസ് നമുക്ക് ആവശ്യമായിട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാനുള്ള എന്തൊക്കെ ചെയ്യാം മാനേജ് ചെയ്യാനായിട്ട് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ മാരേജ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് മാരേജ് റെഡിനെസ് എന്താണെന്നുള്ളതാണ്. പറയാൻ പറ്റുമോ ആർക്കെങ്കിലും എന്താണ് മാരേജ് റെഡിനെസ്? മാരേജിന് ഒരു റെഡിനെസ് ആവശ്യമുണ്ടോ? അതോ തീർച്ചയായിട്ടും മാരേജിന് മുമ്പ് മെന്റലി ആൻഡ് ഫിസിക്കലി മെന്റലി പ്രിപ്പയർ ചെയ്യും. മെന്റലി ആൻഡ് ഫിസിക്കലി ഫിറ്റ് ഫോർ മാരേജ്. ഫിറ്റ് ആയിരിക്കണം. മെന്റലിയും ഫിസിക്കലിയും നമ്മൾ റെഡി ആയിരിക്കണം. ഇമോഷണലി റെഡി. ഇമോഷണലി റെഡി ആയിരിക്കണം. യെസ്. മാം പറയൂ. ഒരു ആക്ച്വലി മാരേജ് എന്ന് പറയുമ്പോൾ മാം നേരത്തെ പറഞ്ഞല്ലോ അവിടെ ഒരു ഇന്റർപേഴ്സണൽ കാര്യമാണ് വരുന്നതെന്ന്. അപ്പൊ പെർട്ടിക്കുലർലി അവിടെ ഒരു റോൾ ട്രാൻസിഷനും റോൾ ഡിസ്പ്യൂട്ടും ഉണ്ടാവാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. അപ്പം അങ്ങനെ ഒരു റോളില് ചേഞ്ച് ഉണ്ടാവുമ്പോൾ അതുമായിട്ട് ആള് അഡാപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതുമായിട്ട് കണ്ടിന്യൂ ചെയ്തു പോവാൻ ആള് ഫ്ലെക്സിബിൾ ആണെന്നുള്ളതാണ് ആണോ അല്ലേ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടി വരിക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യെസ് അതിനെയാണ് നമ്മൾ സോഷ്യൽ റെഡിനെസ്, സോഷ്യോ കൾച്ചറൽ റെഡിനെസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ റെഡിനെസ് എന്നൊക്കെ പറയാം. ഓക്കെ, നമ്മൾ എന്തിനാ കല്യാണം കഴിക്കുന്നത്? വൈ ഷുഡ് വി ഗെറ്റ് മാരീഡ്? ഫോർ ഷെയറിംഗ് ആൻഡ് കെയറിംഗ്. ഓക്കെ. Again, formation of a new family. ഒരു പുതിയ ഫാമിലി തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ. ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടി. ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ഫോർ കമ്പാനിയൻഷിപ്പ്. യെസ്, കമ്പാനിയൻഷിപ്പ്. യെസ്. നല്ലൊരു ജനറേഷനെ പുതിയ എടുക്കാനാണോ? നല്ലൊരു ജനറേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വാം എൻവയോൺമെന്റ് ഒരു ഇതിലൂടെ. ഓക്കെ. എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ എന്തിനാ കല്യാണം കഴിക്കുന്നത് എന്നതാണ് കേട്ടോ. അതായത് നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്, ചോദിച്ചു തുടങ്ങി കല്യാണം കഴിക്കാറായില്ലേ എന്നുള്ളത്. ഇത്രയും പ്രായമായല്ലോ, ജോലിയൊന്നും ആയില്ലേ, കല്യാണം കഴിക്കുന്നില്ലേ? കല്യാണം കഴിച്ചാൽ നേരെയാവുമായിരിക്കും. നമുക്കൊരു ജോലിയൊന്നും കിട്ടിയില്ലേ, എന്നാ ശരി കല്യാണം കഴിച്ചോ, കല്യാണം കഴിച്ചൊക്കെ നേരെയാവും എന്ന് പറയുന്നുണ്ടോ? എന്നാ ശരി ഒന്ന് കല്യാണം കഴിച്ചു നോക്കാം എന്ന് നമ്മളും വിചാരിക്കുന്നുണ്ടോ? ഇനിയിപ്പം കൂട്ടുകാരുടെയൊക്കെ കല്യാണം കഴിഞ്ഞു, അപ്പോൾ അതുകൊണ്ട് ഈ കൂട്ടുകാരൊക്കെ കല്യാണം കഴിച്ചു, അവരുടെയൊക്കെ കഥകളൊക്കെ കേൾക്കുന്നുണ്ട്, എനിക്കും കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, പിന്നെ പ്രായമായി അതുകൊണ്ട് കല്യാണം കഴിക്കുന്നു എന്നൊക്കെ പല രീതിയിൽ പലരും കല്യാണം കഴിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കാറുണ്ട്. അപ്പോൾ എന്തിനാണ് നമുക്ക് കല്യാണം കഴിക്കേണ്ടത് എന്നുള്ളതിന്റെ ക്ലാരിറ്റി നമുക്ക് നന്നായിട്ട് വേണം. എനിക്ക് ശരിക്കും കമ്പാനിയൻഷിപ്പ് ആണോ ആവശ്യം? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഇമോഷണൽ സപ്പോർട്ടാണോ ആവശ്യം? ഇപ്പൊ കമ്പാനിയൻഷിപ്പിലൂടെ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? നമ്മുടെ പല നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? കുട്ടീനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? കുട്ടിക്ക് വേണ്ടിയിട്ടാണോ? ഇപ്പോൾ നേരത്തെ പറഞ്ഞ ജനറേഷനെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു വാംത്തുള്ള ഒരു എൻവയോൺമെന്റ് ആണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുട്ടിക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ കല്യാണം കഴിക്കുന്നത്? നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് കല്യാണം കഴിക്കുന്നത് എന്നുള്ളതിന്റെ നല്ല സെക്ഷൽ നീഡിന് വേണ്ടിയിട്ടും കൂടിയാണ്. സെക്ഷൽ നീഡ് ഉണ്ട്. സെക്ഷൽ നീഡിന് കൂടി ആവും നമ്മളുടെ ഒരു സോഷ്യോ കൾച്ചറൽ സിനാരിയോയില് നമുക്ക് ഒരു അതർവൈസ് നമുക്ക് സെക്ഷൽ നീഡ്സ് സാറ്റിസ്ഫൈ ആവാത്തത് കൊണ്ട് ആവുന്നവരുണ്ടാവും, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ കൾച്ചറലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് മാരേജ് ആണ്. അതുകൊണ്ട് മാരേജിലൂടെയും ചിലർ സെക്ഷൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടും കല്യാണം കഴിക്കാറുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ മാരേജ് റെഡിനെസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യത്തിനൊക്കെ നമ്മൾ റെഡിയാണോ എന്നുള്ളത്. അതായത് നമുക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. നിങ്ങൾ തന്നെ പറഞ്ഞ പോലെ
റോൾസിൽ ചേഞ്ചസ് വരും. അപ്പോൾ ഈ റോൾസിൽ ചേഞ്ചസ് വരുന്നതിനെയൊക്കെ നമുക്ക് ശരിക്കും ഏറ്റെടുക്കാൻ പറ്റുമോ, ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റീസിനെയൊക്കെ ഫേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ ഒരു സബ്ജക്റ്റീവ് ഇവാലുവേഷൻ ആണ് മാരേജ് റെഡിനെസ് എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഇത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരാൾ പറഞ്ഞ പോലെ തന്നെ ബയോളജിക്കൽ ആയിട്ടുള്ള റെഡിനെസ് വേണം, സൈക്കോളജിക്കൽ ആയിട്ടുള്ള റെഡിനെസ് വേണം, സോഷ്യോ കൾച്ചറൽ ആയിട്ടുള്ള റെഡിനെസ് വേണം. ബയോളജിക്കൽ ആയിട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നീഡ്സ് ഉണ്ടാവും, നമുക്ക് സെക്സിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാണോ എന്നുള്ളത്. അതുപോലെ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാണോ, അതായത് നമ്മളൊരു കുട്ടീനെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ, കൺസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ് നടക്കും. അപ്പൊ ഈ ചേഞ്ചസ് ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാണോ, എൻ്റെ ശരീരത്തിൽ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് അതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതിലുള്ള റെഡിനെസ്. അതുപോലെ ഒരു പാർട്ട്ണറെ എൻ്റെ സ്പേസിലേക്ക് ഞാൻ അക്കമഡേറ്റ് ചെയ്യാനായിട്ട് റെഡിയാണോ, ഇത്രയും കാലം ഒറ്റയ്ക്ക് സുഖമായി ജീവിച്ചു, തോന്നുന്ന പോലെ വരുന്നു, തോന്നുന്ന പോലെ ജീവിക്കുന്നു, ആരോടും ഒന്നും പറയാനില്ല, പക്ഷെ പെട്ടെന്ന് എനിക്കിനി ഒരു കോൺഫറൻസിന് പോകുമ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വൈഫിനെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്, അവര് ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, എവിടെ പോയി നിൽക്കും, ഒറ്റയ്ക്കാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളെ ഒരു ഡിന്നറിന് വിളിച്ചു കഴിഞ്ഞാൽ, ഓക്കെ എൻ്റെ വൈഫ് കൂടെ ഉണ്ട്, അപ്പോൾ വൈഫ് ഞാൻ വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്കാവും, അപ്പൊ നമുക്ക് പെട്ടെന്ന് അങ്ങ് ഒരു ഡിന്നറിന് അങ്ങ് ഇറങ്ങി പോകാനൊന്നും പറ്റില്ല. അപ്പോൾ ആ സ്പേസ് നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അതിന് നമ്മളൊക്കെ റെഡിയാണോ, ആ സ്പേസിലേക്ക് മറ്റൊരാളെ കൊണ്ടുവരുന്നത്, അവിടെ നിൽക്കുന്നത്, അതിനൊക്കെ നമ്മൾ റെഡിയാണോ എന്നുള്ളതൊക്കെ നമ്മുടെ മാരേജ് റെഡിനെസ്സിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മാരേജ് എന്ന് പറയുന്നത് ഒരു കോംബോ ആയിട്ട് വരുന്ന കാര്യം. നമ്മളുടെ കൂടെ ഒരു കമ്പാനിയൻ മാത്രമല്ല, അവരുടെ കൂടെ അവരുടെ ഫാമിലിയിലെ പലവിധ കാര്യങ്ങൾ ഒക്കെ നമ്മുടെ കൂടെ വരുന്നുണ്ടാവും. അപ്പോൾ നമ്മളുടെ ഫാമിലി ഉണ്ടാവും, അവരുടെ ഫാമിലി ഉണ്ടാവും. അപ്പൊ അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ റോൾ ചേഞ്ചസ് ഉണ്ടാവും. നമ്മൾ ഇത്രയും കാലം ചിലപ്പോൾ ഒരു മകനായിട്ട്, ഫ്രണ്ടായിട്ട്, ബ്രദറായിട്ട് ഒക്കെ ആയിരിക്കും ഇരുന്നിട്ടുണ്ടാവുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു മരുമകനായിട്ട് ഒക്കെ, പിന്നെ അവിടുത്തെ ആളുകളുടെ ഫ്രണ്ടായിട്ട് ഒക്കെ പല റോളുകൾ നമ്മൾ എടുക്കേണ്ടി വരും. ബ്രദർ ഇൻ ലോ ആയിട്ട് ഒക്കെ ഓരോ റോളുകൾ എടുക്കേണ്ടി വരും. അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് പുതുതായിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഈ പുതുതായിട്ടുള്ള സ്പേസിൽ ആളുകൾ എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കണം, അവിടെ അഡ്ജസ്റ്റബിൾ ആവണം. ആ ഒരു എൻവയോൺമെന്റിനെ നമ്മളെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും. കാരണം നമ്മൾ ശീലിച്ച ഒരു എൻവയോൺമെന്റ് ആയിരിക്കില്ല ഈ മാരേജിൽ നമ്മൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാവുക. അവരുടെ ശീലങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മളുടെ ശീലങ്ങളായിട്ട് ചിലപ്പോൾ ഒത്തുപോയിക്കൊള്ളണം എന്നില്ല. നിങ്ങൾ രാവിലെ നേരം വൈകി എണീക്കുന്ന ആളായിരിക്കും, പക്ഷെ ആ വീട്ടില് നേരത്തെ എണീക്കണം, കുളിക്കണം, എന്നിട്ടേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എങ്ങനെ അവരുമായിട്ട് പൊരുത്തപ്പെടുന്നു, അതോ നമ്മളുടെ ശീലം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ട്രയൽ ആൻഡ് എററിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചേഞ്ചസ് ഒക്കെ മാരേജിൽ വരുന്നുണ്ട്. അപ്പൊ ഇതിനോടൊക്കെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ ഏറ്റെടുക്കാൻ ഞാൻ റെഡിയാണോ എന്നുള്ളത് ഒക്കെ മാരേജ് റെഡിനെസ്സിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ പുതിയ ഡ്യൂട്ടീസ് ഉണ്ടാവും നമുക്ക് ചെയ്യാനായിട്ട്. ചിലപ്പോ ഹസ്ബൻഡിന്റെ ചേച്ചിയുടെ കുട്ടീനെ നോക്കേണ്ടി വരും, ഓക്കെ, കുട്ടീനെ നോക്കേണ്ടി വരും, ചിലപ്പോൾ അയൽവക്കത്ത് പോവേണ്ടി വരും, ചിലപ്പോൾ വയ്യാത്ത അമ്മയും അച്ഛനെയും നോക്കേണ്ടി വരും. അതിപ്പം മെയിലാണെങ്കിലും അതെ, ഫീമെയിൽ ആണെങ്കിലും അതെ. അപ്പൊ അങ്ങനെയുള്ള പല റോൾസും ഡ്യൂട്ടീസും ഒക്കെ നമുക്ക് ഏറ്റെടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നമുക്ക് ഏറ്റെടുക്കേണ്ടി വരിക. ചിലപ്പോൾ നമ്മുടെ കരിയറിന്റെ പീക്കിൽ എത്തുമ്പോഴായിരിക്കും ഫാമിലിയിൽ എന്തെങ്കിലും ഒരു എമർജൻസി വന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഫാമിലിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. അപ്പൊ ആ സമയത്ത് ആര് അതിൽ റോൾ എടുക്കും, ആര് കോംപ്രമൈസ് ചെയ്യും എന്നുള്ളതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. അപ്പൊ അതിനൊക്കെ നമ്മൾ റെഡിയാണോ, ഇതൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണോ എന്നുള്ളതാണ് മാരേജ് റെഡിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവെ സ്റ്റഡീസ് കാണിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു പ്രീ മാരേജ് പ്രിപ്പറേഷൻ ക്ലാസ്സസിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഇതുപോലുള്ള കുറേ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ധാരണകൾ ഉണ്ടാവാനും നമ്മളുടെ ഫാമിലി റിസോഴ്സുകളെ എങ്ങനെ ഇഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കാനും കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് നമ്മുടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാൻ സാധിക്കാനും പറ്റുമെന്ന് സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. അപ്പൊ അതാണ് മാരേജ് റെഡിനെസ്സിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനി ആരാണ് കല്യാണത്തിൽ ഡിസിഷൻ എടുക്കുന്നത്? അതായത് ഒരു മാരേജ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോഴേക്കും ഒരു ഡിസിഷൻ മേക്കർ റോൾ ആർക്കായിരിക്കും? നമുക്കാണോ, പാരൻസിനാണോ, മറ്റ് ഫാമിലിക്കാണോ? പറയാമോ? ആക്ച്വലി അവരവർക്ക് തന്നെ വേണ്ടത്, കല്യാണം കഴിക്കേണ്ടവർക്ക്. നമുക്ക് തന്നെ ബ്രൈഡ് ആൻഡ് ഗ്രൂം. ബ്രൈഡ് ആൻഡ് ഗ്രൂം ആണ് വേണ്ടത്. ഓക്കെ. ആൾസോ ബി കൺസൾട്ടേഷൻ വിത്ത് പാരന്റ്സ്. ഓക്കെ, പാരന്റ്സിന്റെ ഒരു കൺസൾട്ടേഷനും കൂടി ഉണ്ടായിട്ട് നമ്മൾ തീരുമാനമെടുക്കുന്നു. ബ്രൈഡ് ആൻഡ് ഗ്രൂമിന്റെ ഏജ് കുറച്ച് കുറവായിരിക്കും, എക്സ്പീരിയൻസ് കുറവായിരിക്കും, മെച്യൂരിറ്റി ഉണ്ടാവില്ല. അപ്പൊ അവരുടെ കൺസൾട്ടേഷൻ വെച്ചിട്ട് ബ്രൈഡ് ആൻഡ് ഗ്രൂം ഡിസിഷൻ എടുക്കും. അത് ഭയങ്കര കൺട്രോവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ ആരും മെച്ചർ ഇല്ലാത്തവരൊന്നും വിവാഹം ചെയ്യുന്നില്ലല്ലോ. എന്തായാലും മെച്ചൂരിറ്റി വന്നിട്ടാണ് എല്ലാരും ബ്രൈഡ് ഗ്രൂം. മാം, അതുപോലെ പണ്ടുള്ള ജനറേഷൻ പോലെയല്ല ഇപ്പത്തത്. ഇപ്പം കുറെ മാറിയിട്ടുണ്ട്. ഇപ്പം കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിട്ട് ഇപ്പം യൂത്ത് ബിഹേവ് ചെയ്യുന്നുണ്ട്. എല്ലാത്തവരും ഉണ്ട്, പക്ഷെ എന്നാലും കുറച്ച് ആൾക്കാർ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതെ, അപ്പൊ പാരന്റ്സ് ഒരു എക്സ്പീരിയൻസ്ഡ് ആണ്, അവരുടെ വയസ്സുകൊണ്ട് മൂത്തതാണ് എന്നതിനർത്ഥം അവരെപ്പോഴും ശരിയായിരിക്കും, മെച്യൂർ ആയിരിക്കും എന്നതിനൊന്നും നിർബന്ധമില്ല. അങ്ങനെയുള്ള ആളുകളുണ്ടാവും, ഇല്ലാത്ത ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ പറയുന്ന യൂത്ത്, നമ്മൾ തീരുമാനം എടുക്കുന്നു എന്ന് പറയുന്ന യൂത്തും ഈ പറഞ്ഞ പോലെ നല്ല തീരുമാനങ്ങൾ എടുക്കുന്നവരും ഉണ്ടാവും, മോശപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ ഇതിൽ ആര് തീരുമാനം എടുത്താലും മാരേജ് എന്ന് പറയുന്നത് 50-50 ചാൻസ് ആണ്. അതായത് നമ്മൾ എന്ത് തീരുമാനം എടുത്താലും 50-50 ചാൻസ് എന്ന് പറയുന്ന പോലെ മാരേജ് എന്നുള്ള ഡിസിഷനും 50-50 ചാൻസ് തന്നെയാണ്. കാരണം നമുക്ക് ഒരാളെയും വളരെ ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് അങ്ങനെ ഒരു റാഷണൽ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനൊന്നും സാധിക്കില്ല. നമ്മളൊക്കെ എപ്പോഴും പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പം വളരെ റീസെന്റ് ആയിട്ടൊരു കേസ് കാണാനായിട്ട് സാധിച്ചു. അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 27-year-old ഫീമെയിൽ ആയിരുന്നു ക്ലയന്റ്. അപ്പോൾ ഇവർക്ക് കല്യാണം കഴിക്കണം എന്ന് ഇവർക്ക് തന്നെ ആഗ്രഹം. അപ്പൊ ഇവര് തന്നെ മാട്രിമോണിയിൽ ഒരു അക്കൗണ്ട് ഒക്കെ തുടങ്ങിയിട്ട് ഇവര് തന്നെ ഇവർക്ക് കല്യാണം ആലോചിച്ച് തുടങ്ങി. വീട്ടുകാർക്ക് കുഴപ്പമൊന്നുമില്ല, എന്ത് വേണമെങ്കിലും ആയിക്കോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. അപ്പൊ ഇവർ തന്നെ കല്യാണം ആലോചിച്ച് തുടങ്ങി. അപ്പം ഇവർക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടു മാട്രിമോണിയലിൽ. എന്നിട്ട് അവരുമായിട്ട് ഏറെക്കുറെ കല്യാണം ഉറപ്പിച്ചു. അവരായിട്ട് ഒരു 6 മാസമൊക്കെ സംസാരിച്ചു. എന്നിട്ട് കല്യാണം എന്ന് വീട്ടുകാർ ഡിസിഷൻ എടുത്ത് കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ഇയാൾ വാനിഷ് ആവുകയാണ്. അയാൾക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവരുടെ കൂടെയാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കല്യാണം കോൾ ഓഫ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഇത്രയും കാലം നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഓക്കെ ആണ് എന്ന് തോന്നിയ ആള് 6 മാസം കഴിഞ്ഞിട്ടാണ് ഇതിന്ന് പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ഡിസിഷൻ, കല്യാണം എന്നുള്ള ഡിസിഷൻ മിക്കപ്പോഴും വളരെ പെട്ടെന്ന് എടുക്കുക. അതായത് നമ്മൾ മാട്രിമോണിയിൽ ഒരാളെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, 1 മാസം 2 മാസം സംസാരിക്കുന്നു, 3-ാമത്തെ മാസം നമ്മൾ എൻഗേജ്മെന്റ് വെക്കുന്നു, അത് കഴിഞ്ഞ് 4-ാമത്തെ 5-ാമത്തെ മാസം നമ്മൾ കല്യാണം വെക്കുന്നു. അങ്ങനെയാണ് മാട്രിമോണിയലിൽ കണ്ടു കഴിഞ്ഞാൽ പൊതുവെ ഒരു രീതി. പക്ഷെ ഈ കുട്ടി കുറച്ച് സമയം എടുത്ത് ചെയ്യുന്നത് കൊണ്ട് അത് മനസ്സിലായി. ഇങ്ങനെ മനസ്സിലാവാത്ത ആളുകളും ഉണ്ട് കേട്ടോ. എന്നിട്ട് ഈ കുട്ടി തന്നെ ഇത് പോയ സങ്കടത്തില് പെട്ടെന്ന് തന്നെ എനിക്ക് എങ്ങനെയെങ്കിലും അടുത്ത കല്യാണം ശരിയായേ പറ്റൂ എന്ന് വിചാരിച്ചിട്ട് ഈ കുട്ടി പറയാണ്, ഞാൻ എന്റെ ക്രൈറ്റീരിയ തന്നെ ലോ ആക്കി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഫിസിക്കലി ഒന്നും അട്രാക്ഷൻ തോന്നാത്ത പക്ഷെ ഡിവോഴ്സി ആയിട്ടുള്ള ഒരാളെ അവർ സെലക്ട് ചെയ്തു. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ കുട്ടീനെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആരെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്നുള്ളതായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇവരെല്ലാവരും ഡിസിഷൻ എടുത്ത്
സംസാരിച്ച് തുടങ്ങിയപ്പോൾ ആദ്യമൊക്കെ ഒന്നും കുഴപ്പമുണ്ടായില്ല. പക്ഷെ ഇവര് കുറച്ച് ഏജ്ഡ് ആയിരുന്നു, ഈ പയ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവര് കുറച്ച് നാളിങ്ങനെ സംസാരിച്ച് വന്നു തുടങ്ങിയപ്പോഴേക്കും ഇയാൾ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ കാണിക്കാൻ തുടങ്ങി. പക്ഷെ ഇത് കുട്ടി വീട്ടുകാരുടെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ നമ്മുടെ മെച്ചുവർ ആയിട്ടുള്ള വീട്ടുകാർ പറഞ്ഞത് ഇതൊക്കെ സ്വാഭാവികം, ഇതൊക്കെ എല്ലാവിടെയും ഉണ്ടാവുന്നല്ലേ, ഇതിനൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്ക് ഈ പറയുന്ന സജഷൻ തരുന്ന വീട്ടുകാർ ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ എല്ലാവരും ഉണ്ടാവുന്നതാ എന്ന് പറയുന്ന വീട്ടുകാർക്ക് ഇതിന്റെ സീരിയസ്നെസ് ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. നമ്മൾ എത്ര കാലം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്നൊന്നും മനസ്സിലാക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഭയങ്കര കോൺഫ്ലിക്റ്റ് ആയിപ്പോയി. ഇതിപ്പോ എനിക്കാണോ തെറ്റ് പറ്റുന്നത്, എന്റെ തീരുമാനത്തിലാണോ തെറ്റ് പറ്റിയത്, ഇനി ശരിക്കും റിലേഷൻഷിപ്പുകളൊക്കെ ഇങ്ങനെ തന്നെയാണോ എന്നൊക്കെ സംശയമായിട്ട് ഈ കുട്ടി കൺസൾട്ടേഷന് വരികയാണ് ചെയ്തത്. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ, ഇത് കോൾ ഓഫ് ചെയ്യണോ? അപ്പൊ കോൾ ഓഫ് ചെയ്യാനായിട്ട് വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അങ്ങനെ അപ്പൊ എപ്പോഴും കല്യാണം എന്ന് പറയുന്ന ഡിസിഷൻ നമ്മളൊക്കെ പറഞ്ഞു നമ്മുടേതാവണം എന്ന് പറയുമ്പോഴും എപ്പോഴും അതിൽ ഫാമിലിയുടെ ഇന്റർവെൻഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വീട്ടുകാരെന്തായാലും അതിൽ കമന്റ്സ് പറയാനുണ്ടാവും, ജാതകം നോക്കാനുണ്ടാവും, അന്വേഷിക്കാനുണ്ടാവും. അതായത് പാർട്ടിക്കാരൊക്കെ വെച്ചിട്ട് അന്വേഷിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അറിയുന്ന കൂട്ടുകാരെയൊക്കെ വെച്ചിട്ട് ചെക്കനെ പറ്റിയും പെണ്ണിനെ പറ്റിയും ഒക്കെ അന്വേഷിക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഉണ്ടായ അപ്പൊ പാരന്റ്സിന്റെ അടുത്ത് പോയി പറയുകയും ചെയ്യും. അതുകൊണ്ട് കല്യാണം എന്നുള്ളൊരു ഡിസിഷൻ പലപ്പോഴും ഷെയർഡ് ആയിട്ടാണ് സംഭവിക്കാറ്. നമ്മുടെ വീട്ടുകാരും ചില കാര്യങ്ങളിൽ ഇടപെടും, ചില വീട്ടുകാർ സമ്മതിക്കുകയും ചെയ്യും, അതായത് മറ്റു ബന്ധുക്കളൊക്കെ ഇടപെടുന്നതിനെ സമ്മതിക്കുകയും ചെയ്യും. അപ്പോൾ കല്യാണം എന്നുള്ള ഡിസിഷൻ എപ്പോഴും നമ്മളുടെ മാത്രമാവേണ്ടിയെടുത്ത് നമ്മുടെ കൾച്ചറിൽ അതൊരു ഷെയർഡ് ഡിസിഷൻ ആയിട്ടാണ് വരാറ്. അതുകൊണ്ട് തന്നെ കല്യാണത്തിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റും ഷെയർഡ് ആയിട്ട് തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. അതായത് ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഒരു മോശം അനുഭവം ഉണ്ടായി കല്യാണത്തിൽ, എന്നിട്ട് അത് സ്വന്തം വീട്ടിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ ഞാൻ കല്യാണം കഴിച്ചത്, ഇനി എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്തോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് പെൺകുട്ടി എടുക്കുന്നുണ്ടോ? അങ്ങനെ എടുക്കുന്ന ഇഷ്ടംപോലെ കേസുകളുണ്ട്. അപ്പോൾ വീട്ടുകാർ ആകെ ഒരു കോൺഫ്ലിക്റ്റിലാവുന്ന അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് എന്ന് പറയുന്നത് സ്വന്തം മാരേജിന്റെ ഡിസിഷൻ സ്വന്തമായി എടുക്കുക. സ്വന്തം മാരേജിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റിനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രം നമ്മൾ വലിയ ആർഭാടായിട്ടൊക്കെ കല്യാണം കഴിക്കുക. അതർവൈസ് നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കല്യാണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ നടത്തുന്നതായിരിക്കും എപ്പോഴും നമ്മൾക്ക് ഹെൽത്തി ആയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അതർവൈസ് അതിൽ കമന്റ് ചെയ്യാനും റോൾ എടുക്കാനും ഒക്കെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതാണ് ആ മാരേജിലേക്കുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളത്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇപ്പോൾ നമ്മൾ ഡിസിഷൻ എടുത്താലും ഈ ഡിസിഷൻ ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു 50-50 ചാൻസ് ആണെന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരു ക്ലയന്റ് വന്നത് എങ്ങനെയുള്ള ആളെയാണ് എനിക്ക് വേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് എന്താ വേണ്ടതെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ കല്യാണം കഴിക്കണം. ഇപ്പോൾ റീസെന്റ് വന്ന ഒരാള് എന്നെ കുറച്ചൊന്ന് ചീറ്റ് ചെയ്തിട്ട് പോയി, പക്ഷെ ഇനി എങ്ങനെ ഒരാളെയാണ് ഞാൻ കല്യാണം കഴിക്കേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മളെ പറ്റി തന്നെ ധാരണയുണ്ടോ എന്നുള്ളത്. അതായത് സെൽഫ് അവയർനെസ്, നമ്മൾ ആരാണ് എന്നുള്ളതിനെ ധാരണ, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, അതായത് എന്തൊക്കെയാണ് ഇഷ്ടം, നമ്മൾ ഏത് സ്പേസിലാണ് കംഫർട്ടബിൾ ആയിട്ടിരിക്കുക, എങ്ങനെയുള്ള ആളുകളുടെ അടുത്താണ് ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്, എന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം, ഞാൻ എന്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ സാധനത്തിനെ, ഒരു കാര്യത്തിനെ, ഒരു കോഴ്സിനെ, ഒരു കരിയറിനെ, ഒരു ആറ്റിറ്റ്യൂഡിനെ ഇഷ്ടപ്പെടുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, എന്തുകൊണ്ട് മറ്റൊന്നിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല,
ഞാൻ ഇങ്ങനെയുള്ള വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുന്നു, ഏത് സമയത്ത് പോവാൻ ആഗ്രഹിക്കുന്നു, ഏത് സമയത്ത് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു, എന്നോട് ആർക്കൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റും, ഓർഡർ ചെയ്യുന്നതിൽ ഞാൻ കംഫർട്ടബിൾ ആണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നമ്മളുടെ സെൽഫ് അവയർനെസിന്റെ ഭാഗമായിട്ട് വരിക. അതിൽ നമ്മുടെ സ്ട്രെങ്ത്തുകൾ, നമ്മുടെ വീക്ക്നെസ്സുകൾ. ഇപ്പൊ ചില ആളുകളുടെ അടുത്ത് നമ്മൾ ഭയങ്കര വീക്ക്നെസ് ആയിരിക്കും. എന്തൊക്കെ അടി കൂടിയാലും മുന്നിൽ വന്ന് ചിരിച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ഇതൊക്കെ പോട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. ചില ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും അടി കൂടിയോ ശരി അതവിടെ തീർന്നു എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാവും. അപ്പൊ ഇതുപോലെ നമ്മളെ പറ്റി തന്നെയുള്ള നമ്മുടെ അവയർനെസ്സിനെയാണ് സെൽഫ് അവയർനെസ് എന്ന് പറയാം. നമുക്ക് നമ്മളെ പറ്റി നല്ല ധാരണയുണ്ടെങ്കിൽ അത് നമ്മളുടെ സെൽഫ് എസ്റ്റീമിനെയും കോൺഫിഡൻസിനെയും ഒക്കെ ബൂസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഈ സെൽഫ് അവയർനെസ്സിനുണ്ട്. കാരണം നമുക്ക് നമ്മളെ പറ്റി നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് നമ്മളെ പറ്റി പറയാനാണെങ്കിലും നമ്മളെ പ്രസന്റ് ചെയ്യാനാണെങ്കിലും ഒക്കെ ഈസി ആയിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള സ്പേസുകളിലേ നമ്മൾ നിൽക്കുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ധാരണയുണ്ടാവും എവിടെ എനിക്ക് എങ്ങനെയുള്ള ആൾക്കാരെയാണ് വേണ്ടത് എന്നുള്ളത്, നമ്മുടെ കംഫർട്ടിനെ പറ്റി നല്ല ധാരണയുണ്ടെങ്കിൽ. അതുകൊണ്ട് ഒരു മാരേജ് എന്നുള്ളതിന് വേണ്ടി മാത്രമല്ല ഒരു യങ് അഡൾട്ട് എന്ന നിലയിലും സെൽഫ് അവയർനെസ് എന്ന് പറയുന്ന സ്കില്ല് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ WHO കുറച്ചു കാലം മുന്നേ യങ് അഡൾട്ട്സിൽ, യൂത്തിൽ ഒരു വലിയ സ്റ്റഡി നടത്തി. ഇപ്പൊ ലോകമെമ്പാടുമുള്ള യൂത്തിൽ ഒരു സ്റ്റഡി നടത്തി. ആ സ്റ്റഡി നടത്തിയതിൽ നിന്ന് WHO കണ്ടെത്തിയതാണ് പൊതുവെ യൂത്തിന് കുറെ സ്കില്ലുകൾ ലാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ലാക്ക് ചെയ്യുന്ന സ്കില്ലുകളെയാണ് WHO ലൈഫ് സ്കിൽസ് എന്ന് പേരിട്ട് വിളിച്ചത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് പേരിട്ട് വിളിച്ച ലൈഫ് സ്കില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈഫ് സ്കില്ലാണ് സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞിട്ട് WHO പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സെൽഫ് അവയർനെസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊരു വ്യക്തി എന്ന നിലയിലും പ്രത്യേകിച്ച് മാരേജ് എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിലും സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ടതാണ്. ഇപ്പൊ അത് കേൾക്കുന്നവര് ഇനി പോയിട്ട് സ്വന്തമായിട്ട് സമയം കണ്ടെത്തുകയും വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ഫ്രീ ആയിട്ടുള്ള സമയങ്ങൾ കിട്ടുമ്പോൾ നമ്മളെ പറ്റി തന്നെ ആലോചിക്കുകയും, ഇനിയിപ്പോൾ ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ലെങ്കിൽ പിന്നെയും ആലോചിച്ച് നമ്മളെ പറ്റി തന്നെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് എവിടെയൊക്കെയാണ് എൻ്റെ വീക്ക് പോയിന്റ്, ഞാൻ എപ്പോഴാണ് ഇമോഷണൽ ആവുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് എന്നെ ട്രിഗർ ചെയ്യുന്നത്, എനിക്ക് ദേഷ്യം വരുമ്പോൾ ശരീരത്തിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവുന്നു, എന്തൊക്കെ സിറ്റുവേഷനിൽ ഞാൻ എങ്ങനെയൊക്കെയാണ് പെരുമാറുക, ആളുകൾ എന്തൊക്കെ പറയുമ്പോഴാണ് ഞാൻ പിസ്ഡ് ഓഫ് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കുമ്പോൾ പതുക്കെയാണ് ഈ സെൽഫ് അവയർനെസ് ഉണ്ടാവുക. ഒറ്റയടിക്ക് നമ്മൾ ആലോചിക്കുമ്പോഴേക്കും ആഹാ എനിക്ക് ഇൻസൈറ്റ് വന്നു, ഞാൻ എൻലൈറ്റൻഡ് ആയി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പതുക്കെ ഉണ്ടാവുള്ളൂ. എല്ലാവരും അവനവന്റെ സമയം കിട്ടുമ്പോൾ, നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഫോൺ എടുത്ത് റീൽസ് കൊണ്ടാതെ നമ്മളെ പറ്റി തന്നെ വെറുതെ ചിന്തിച്ചിരിക്കുക, ഒരു കാപ്പി കുടിക്കുക, ഒരു മരത്തിന്റെ ചോട്ടിൽ പോയി ഇരിക്കുക, പുസ്തകം വായിക്കുക, അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മളെ പറ്റി തന്നെ ചിന്തിക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും. അതെപ്പോഴും നമ്മളെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനും നമ്മളെ റിഫ്രഷ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു കാര്യമാണ് സെൽഫ് അവയർനെസ്. അങ്ങനെയുള്ള നമുക്കുള്ള മീ ടൈം എന്ന് പറയുന്നത്. അതിലെപ്പോഴും എന്തെങ്കിലും ചെയ്തോളണം എന്ന് നിർബന്ധമില്ല. ഒന്നും ചെയ്യാതെ നമ്മളെ പറ്റി തന്നെ ആലോചിക്കുക എന്ന് പറയുന്നതും ഒരു ആക്ടിവിറ്റിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. അത് ഇനി നിങ്ങൾ ഇത് സെഷൻ കഴിഞ്ഞ് പോയി ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു കുറെ സ്കിൽസ് നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിലേറ്റവും പ്രധാനപ്പെട്ട സ്കില്ലായിട്ട് നമ്മൾ സെൽഫ് അവയർനെസ്സിനെ പറ്റിയും പറഞ്ഞു. പിന്നെ ഒരു ഇന്റർ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോഴേക്കും, മാരേജിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സ്കില്ലാണ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വെറുതെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാതെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? അറിയോ? ആരെങ്കിലും മറുപടി പറയൂ. അപ്പുറമുള്ള ആളിന് കൃത്യമായി അത് കൺവേഡ് ആവണം. അത് ബോഡി ലാംഗ്വേജിലാണെങ്കിലും വെർബലി ആണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് അപ്പുറം പിടികിട്ടുന്ന ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതല്ലേ ഇഫക്റ്റീവ്. അപ്രോപ്രിയറ്റായി സെലക്റ്റീവ് ആയിട്ട് വേണം നമ്മളെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ, വേണ്ടിടത്ത് വേണ്ടതുപോലെ. ഓക്കെ, യെസ്. പ്രത്യേകിച്ചും മാരേജിലേക്ക് വരുമ്പോ നമ്മൾ എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളങ്ങ് സംസാരിക്കും. നമ്മൾ പറയുന്നുണ്ടാവും, ചിലപ്പോൾ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവില്ല, ചിലപ്പോൾ ലാപ്ടോപ്പിൽ നോക്കിയിരുന്നോണ്ടായിരിക്കും,
സംസാരിക്കുന്നുണ്ടാവുക, ചിലപ്പോ ഫോണിൽ നോക്കിക്കൊണ്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക, ചിലപ്പോൾ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ സംസാരിക്കുന്നുണ്ടാവുക. അങ്ങനെ പലവിധം ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേഷനുള്ള സമയം കണ്ടെത്തുന്നത്. ഇതല്ലാതെ ഇതൊക്കെ മാറ്റി വെച്ച് രണ്ടുപേരും നോക്കിയിരുന്ന് മുഖത്തോട് മുഖം നോക്കിയിരുന്നിട്ട് സീരിയസ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് പലപ്പോഴും ഉണ്ടാവാറില്ല. അത് തന്നെയാണ് പലപ്പോഴും മിസ്അണ്ടർസ്റ്റാൻഡിങ്സും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യം ഒരാളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധിക്കണം, എന്നെ നോക്കൂ, എന്നെ നോക്കിയിരിക്കൂ, എനിക്കൊരു കാര്യം പറയുന്നുണ്ട്, ഇത് ഫോൺ മാറ്റി വെക്കൂ, ലാപ്ടോപ്പ് ഒന്ന് മാറ്റി വെക്കൂ, ഒരു 5 minutes നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ഐ കോണ്ടാക്ട് കൊടുത്ത് തന്നെ സംസാരിക്കണം. മറ്റൊന്നിലേക്കും നമ്മുടെ ശ്രദ്ധ പോവാതെ തന്നെ നമ്മുടെ അറ്റൻഷൻ എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മുടെ പാർട്ട്ണറിന് തന്നെ കൊടുക്കണം. അതുപോലെ തന്നെ സംസാരിക്കുന്നയാളെ സംസാരിക്കാൻ അനുവദിക്കുക എന്നുള്ളത്, തൂക്കിക്കേറി വെടിവെക്കുക എന്നുള്ളത് നമ്മുടെ പലരുടെയും ഒരു ട്രെയ്റ്റ് ആണ്. സംസാരിച്ച് വരുന്നതിന്റെ ഇടയിൽ എനിക്കറിയായിരുന്നു അതങ്ങനെ, ശരിക്കും കാര്യം ആയിരുന്നു ഉണ്ടാവില്ല, വേറെ വല്ല കാര്യം ആയിരിക്കും പറഞ്ഞു വരുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നല്ല ലിസണർ ആവുക എന്നുള്ളത് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മളുടെ പാർട്ട്ണർ സംസാരിക്കുമ്പോൾ കേട്ടിരിക്കുക, എന്താ അവർക്ക് പറയാനുള്ളത് എന്നുള്ളത്. അവര് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ റെസ്പോണ്ട് ചെയ്യാം. പലപ്പോഴും നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ സംഭവിക്കാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പ്രത്യേകിച്ച് ഒരു ആർഗ്യുമെന്റ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് മറുപടി പറയും, ഇതിന് ഞാൻ എന്ത് കൗണ്ടർ പറയും എന്ന് ആലോചിച്ചിട്ടായിരിക്കും നമ്മൾ മിണ്ടാതിരിക്കുന്നുണ്ടാവുക. പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് എന്താണോ പറയാനുള്ളത് അതിനെ കേൾക്കുക. നമ്മൾ മറുപടി പറയാൻ വേണ്ടിയിട്ട് ഒരു കോൺവെർസേഷൻ ഇരിക്കരുത്, അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ടിരിക്കുക. നമ്മൾ ആ സമയത്ത് ഒന്നും ആലോചിക്കാതിരിക്കുക. അതിനുശേഷം മറുപടി പറയുമ്പോൾ നമ്മളുടെ ഒബ്സർവേഷൻ പറയാം. പലപ്പോഴും നമ്മൾ പറയാ ഇവര് പറഞ്ഞതിൽ നിന്നും അവരുടെ ബിഹേവിയറിൽ നിന്നും ഒക്കെ നമ്മളൊരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും. എനിക്കറിയാം നിന്റെ വീട്ടുകാരായിട്ട് നീ സംസാരിച്ചത് ഇന്നൊരു കാരണം കൊണ്ടാണ് എന്നെനിക്ക് അറിയാം. അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ ഒക്കെ ആയിരിക്കും നമ്മൾ പലപ്പോഴും പറയുന്നുണ്ടാവുക. ഇന്റർപ്രിട്ടേഷൻ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണ് ഒബ്സർവ് ചെയ്തത് എന്ന് മാത്രം പറയാം. അപ്പൊ അവര് പറയും എന്താണ് അവർ ഉദ്ദേശിച്ചത് എന്നുള്ളത്. ഇത് ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും. നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന കാര്യം. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇന്റർപ്രിറ്റ് ചെയ്യാൻ നിൽക്കാതെ നമ്മുടെ ഒബ്സർവേഷൻ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ചിലര് വളഞ്ഞു മൂക്ക് പിടിച്ചിട്ടൊക്കെയാവും പറയുന്നുണ്ടാവുക. എക്സാക്ട്ലി എന്താണ് സംഭവിച്ചത് എന്നൊന്നും പറയുന്നുണ്ടാവില്ല. സർക്കാസം ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. അല്ലെങ്കിലും നിനക്ക് അങ്ങനെയൊക്കെ തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ സർക്കാസം ഉപയോഗിക്കുന്നത് ഇത് ഒന്നും കൂടി വഷളാക്കിയുള്ളൂ. അപ്പൊ നമ്മളൊരു സീരിയസ് കോൺവെർസേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ ഇത് റിസോൾവ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകണം എന്ന് തന്നെ ആഗ്രഹിച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് എങ്കിൽ ഇതുപോലുള്ള സർക്കാസ്റ്റിക് ആയിട്ടുള്ള കമന്റ്സ്, നമ്മളായിട്ട് അസ്യൂം ചെയ്ത നമ്മളുടെ അസംഷൻസ് അതൊക്കെ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ബി സ്പെസിഫിക്. നമ്മൾ ഒരു ടോപ്പിക്കിൽ നിന്ന്, അതായത് ഇന്ന് സംഭവിച്ച കഥയിൽ നിന്ന് കഴിഞ്ഞ കൊല്ലം സംഭവിച്ച കഥയിലേക്ക് പോവാതെ ഇന്ന് സംഭവിച്ച കഥയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമുക്ക് എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നേ വേണം. അതർവൈസ് നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന നമ്മുടെ പാർട്ട്ണറിനെ ചിലപ്പോൾ അത് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. നമ്മൾ മനുഷ്യന്മാരുടെയൊക്കെ വിചാരം നമ്മൾ സീരിയലിലും സിനിമയിലൊക്കെ കാണുന്ന പോലെ അപ്പുറത്തെ ആള് ഇതൊക്കെ കണ്ടറിഞ്ഞ് പെരുമാറി നമ്മളെ അങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മനുഷ്യന്മാർ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ആരും ആസ്ട്രോളജേഴ്സ് അല്ല. നമുക്ക് ഇങ്ങനെയൊന്നും മനസ്സിലാക്കാനായിട്ട് നമ്മുടെ തലയിൽ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളതാണെങ്കിലും എക്സ്പ്രസ് ചെയ്യാനുള്ളതാണെങ്കിലും അങ്ങനെ തന്നെ എക്സ്പ്രസ് ചെയ്താലേ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കത് മനസ്സിലാവുള്ളൂ. അതർവൈസ് അവർ മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നതൊക്കെ വിഡ്ഢിത്തരമാണ്. നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നേ വേണം. അത് സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും അത് ചെറിയ കാര്യമായിരിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും ട്രിവിയൽ ആയിട്ടുള്ള ഒരു സാധനമൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമുണ്ടോ, ഇതൊക്കെ വളരെ ചെറിയൊരു കാര്യമല്ലേ.
പക്ഷെ ചെറിയ കാര്യങ്ങളെ സന്തോഷിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവും. നമുക്കറിയില്ല നമ്മുടെ പാർട്ട്ണറിനെ എന്തൊക്കെയോ സന്തോഷിപ്പിക്കുന്നുണ്ടാവുക എന്നുള്ളത്. കുറേ കാലം നമുക്ക് ഒരുമിച്ച് ജീവിച്ച് കഴിയുമ്പോഴായിരിക്കും ചില ട്രെയ്റ്റ്സ് നമുക്ക് പാറ്റേൺസ് നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുക. എന്നാലും ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് ഒരാളെയും മുഴുവനായിട്ട് 100% മനസ്സിലാക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. അത് നമ്മൾ വെർബലൈസ് ചെയ്ത് വാക്കുകൾ കൊണ്ട് ചോദിക്കന്നെ വേണം. നീ എന്താ ശരിക്കും ഉദ്ദേശിച്ചത്, എനിക്ക് മനസ്സിലായില്ല. അല്ലെങ്കിൽ നീ ഇന്ന് എൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു കിടക്ക്, എനിക്ക് ഇന്ന് നിന്റെ മുഖം കാണണം. അല്ലെങ്കിൽ ഇന്ന് നീ എൻ്റെ അടുത്ത് ഇരിക്കുക, എൻ്റെ കൈ പിടിച്ചിരിക്കുക, എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്, എൻ്റെ തലയൊന്ന് മസാജ് ചെയ്ത് തരൂ, എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്, ഒരു കട്ടൻ ചായ ഇട്ട് തരൂ, അല്ലെങ്കിൽ ഒരു ചുക്ക് കാപ്പി തരാമോ. ഇതൊക്കെ ചോദിച്ചാലേ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ മനസ്സിലാവുള്ളൂ. നമ്മളിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താണാവോ ഇങ്ങനെ ഇരിക്കുന്നേ എന്ന് അപ്പുറത്തെ ആള് വിചാരിക്കുന്നുണ്ടോ. ഇതൊക്കെ വളരെ ചെറിയ എക്സാമ്പിൾസ് പറഞ്ഞതാണ്. അപ്പൊ ഇതുപോലെ നമുക്ക് പറയാനുള്ള കാര്യങ്ങള് എക്സ്പ്രസ് ചെയ്യാനുള്ളത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. അപ്പുറത്തെ ആൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഞങ്ങൾ പറയുന്നത് തന്നെയാണ് അപ്പുറത്തെ ആള് മനസ്സിലാക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം അപ്പുറത്തെ ആള് പറഞ്ഞത് നീ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും ഇത് തന്നെയല്ലേ പറഞ്ഞത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും പെർസെപ്ഷൻസിനെ ഉണ്ടാവാം എന്നുള്ളതിനെ നമുക്ക് തടയാനും സാധിക്കും. അതുകൊണ്ട് റിപ്പീറ്റേഷൻ പലപ്പോഴും ഗുണം ചെയ്യുന്നതായിട്ട് പല സ്റ്റഡീസും കാണും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഇമോഷണൽ ആയിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മളുടെ ഇമോഷൻസിനെ, നമ്മുടെ കോൺവെർസേഷനെ ക്ലൗഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അതിനെ സമ്മതിക്കരുത്. അതായത് ദേഷ്യം വരുമ്പോ, ഭയങ്കര സങ്കടം വരുമ്പോ, സങ്കടത്തിലൊക്കെ സംസാരിക്കും നമ്മള്, ദേഷ്യത്തിൽ സംസാരിക്കും. അപ്പൊ പലപ്പോഴും നമ്മുടെ പാർട്ട്ണർ വന്നിട്ട് ഇപ്പം സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊക്കെ പറയുന്നുണ്ടാവുക, അയ്യോ മാഡം ഭയങ്കര ദേഷ്യത്തിലാ ഹസ്ബൻഡ് സംസാരിച്ചത്, എനിക്ക് എന്താ അവർ ഉദ്ദേശിച്ചതെന്ന് ഒന്നും മനസ്സിലായില്ല, ഭയങ്കര ദേഷ്യപ്പെട്ടാവുന്നത്, കുറെ ദേഷ്യപ്പെട്ടു, പക്ഷെ എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അതായത് നമ്മുടെ കോൺവെർസേഷനെ നമ്മൾ എന്താണ് അപ്പുറത്തെ പാർട്ട്ണർ മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നത്, ഈ കാര്യത്തിന് നമ്മുടെ ഇമോഷൻ ക്ലൗഡ് ചെയ്യുന്നുണ്ട്, അതായത് ഓവർ പവർ ചെയ്യുന്നുണ്ട്. അപ്പൊ പലപ്പോഴും ഈ ഇമോഷൻ മാത്രമേ അപ്പുറത്തെ പാർട്ട്ണർ കാണുന്നുണ്ടാവുള്ളൂ. എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് പ്രശ്നം എന്നുള്ളത് പലപ്പോഴും അപ്പുറത്തെ ആള് കാണുന്നുണ്ടാവില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഭയങ്കര സങ്കടപ്പെട്ട് പറയുമ്പോഴും കരച്ചിലായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര സങ്കടമായിരിക്കും അതിനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ഇതൊന്നും എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. നമ്മൾ ഈ ഇമോഷനെ ഇങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് ഒക്കെ ശരി വരൂ ഇരിക്കൂ സംസാരിക്കൂ എന്നുള്ളതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇതൊക്കെ ശീലിച്ച് നമ്മളുടെ ബിഹേവിയറിലേക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. അത് ശീലിക്കുകയാണെങ്കിൽ നമ്മളുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വളരെ കുറേയും കൂടെ സ്മൂത്ത് ആയിരിക്കും. കാരണം ഈ ഇമോഷൻസിനെ പലപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ് ആളുകളുടെ മിക്കപ്പോഴും ഉള്ള പ്രശ്നം. ഓവറായിട്ട് ഇമോഷൻസിനെ അങ്ങ് എക്സ്പ്രസ് ചെയ്ത് കളയും. അപ്പോൾ ശരിക്കും എന്തായിരുന്നു പ്രശ്നം എന്നുള്ളതൊക്കെ അവിടെ മുങ്ങിപ്പോവും. അതുകൊണ്ട് ഇമോഷൻസിനെ ഒന്ന് പതുക്കെ കൺട്രോൾ ചെയ്തിട്ട് സമയമെടുത്ത് എന്നിട്ട് കോൺവെർസേഷൻ നമ്മൾ തുടങ്ങാനൊക്കെ ആയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അത് പലപ്പോഴും ഹെൽത്തി ആണ് എന്നുള്ളത് പല സ്റ്റഡീസും കാണിക്കുന്നുണ്ട്. മറ്റേ ആളോട് എമ്പതി കാണിക്കുക എന്നുള്ളത്, അതായത് മറ്റേ ആള് പറയുന്നത് എന്താണെന്ന് നമ്മൾ ജെനുവിൻ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതിനെയാണ് എമ്പതി എന്ന് പറയുന്നത്. അതായത് അവരെന്ത് ഇമോഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അത് അവരുടെ സൈഡിൽ നിന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിരിക്കും നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ എക്സ്പെക്ടേഷൻസ് ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും നീഡ്സ് ഉണ്ടെങ്കിൽ അതും നമ്മൾ പറയണം. പറയാതെ അപ്പുറത്തെ ആളത് മനസ്സിലാക്കൊന്നുമില്ല. കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം, എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യരുത്, എൻ്റെ ശരീരത്തിൽ അവിടെ തൊടരുത്, ഇല്ലെങ്കിൽ പുറത്തു പോകുമ്പോൾ നമ്മൾ ഒരുമിച്ച് പോകണം, എനിക്ക് ഇന്ന ഡ്രസ്സ് ഇടാൻ ഇഷ്ടമില്ല അതുകൊണ്ട് ഇതെന്നെ നിർബന്ധിക്കരുത്, ഇന്ന ആളുകളുടെ അടുത്തേക്ക് പോകാനായിട്ട് എന്നെ നിർബന്ധിക്കരുത്, എനിക്ക് അവരായിട്ട് അത്ര കംഫർട്ടബിൾ അല്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയന്നെ വേണം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളത്, ഇന്ന് ഞാൻ ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട്, നിങ്ങളും എൻ്റെ കൂടെ വരേണ്ടതുണ്ട്, കാരണം ബൈസ്റ്റാൻഡർ ഇല്ലാതെ പറ്റില്ല, അപ്പൊ എൻ്റെ കൂടെ വരണം, നിങ്ങളൊന്ന് ഹാഫ് ഡേ ലീവ് എടുക്കൂ,
ഡെന്റിസ്റ്റിനെ കാണാൻ പോകണം, അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകണം, നിങ്ങൾ വരൂ എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞിട്ട് എക്സ്പെക്ടേഷൻസ് ഉണ്ടെങ്കിൽ പറയണം. മാർക്കറ്റിൽ പോകണമെന്നുണ്ട്, എനിക്ക് ഒറ്റയ്ക്ക് സാധനങ്ങളൊന്നും താങ്ങി വരാൻ പറ്റില്ല, അപ്പോൾ ഈ സമയത്തേക്ക് ഈ മാർക്കറ്റിലേക്ക് എത്തൂ, നമുക്ക് ഒരുമിച്ച് പോയി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരാം. എന്തെങ്കിലും, ഇതൊക്കെ വളരെ ചെറിയ എക്സാമ്പിൾസ് ആണ് കേട്ടോ. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും എക്സ്പെക്ടേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങ് പറയണം. ഇതൊന്നും പറയാതെ അയ്യോ അവൾ എൻ്റെ കൂടെ വന്നില്ല, ഇല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന്റെ കൂടെ വന്നില്ല എന്ന് നമുക്ക് പറയാനും സാധിക്കില്ല. നമ്മൾ ചോദിക്കുക തന്നെ വേണം. നമ്മൾക്ക് ആവശ്യമുണ്ട് എന്ന് അപ്പുറത്തെ ആളെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിക്കേണ്ടത് പലപ്പോഴും നമ്മളുടെ കടമ തന്നെയാണ്. അല്ലാതെ ചിലപ്പോൾ നമുക്ക് കൂടുതൽ എഫേർട്ട് ഇട്ട് മനസ്സിലാക്കിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ വെറുതെ ഒറ്റ തവണയൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ചിലപ്പോൾ മൈൻഡ് ചെയ്തോളണം എന്നില്ല. ചിലപ്പോൾ പലതവണ പറയേണ്ടി വരും. ചിലരുടെ അടുത്ത് ഒറ്റ തവണ പറഞ്ഞാൽ മതിയായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ മറ്റേ ആളുടെ അടുത്ത് കേൾക്കുന്ന രീതിയിൽ, അവരെ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ എക്സ്പെക്ടേഷൻസ് പ്രസന്റ് ചെയ്യുന്ന വേണം. അതുപോലെ തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് അപ്രിഷിയേറ്റ് ചെയ്യാന്നുള്ളത്. എപ്പോഴും നമ്മൾക്ക് മടിയുള്ള കാര്യമാണ് അപ്രിഷിയേറ്റ് ചെയ്യാനായിട്ട്. അതായത് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നല്ലതൊന്നും പറയില്ല. മോശം കണ്ടു കഴിഞ്ഞാൽ പക്ഷെ വേഗം അത് ചെയ്തത് മോശമായി പോയി, നീ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു, നിങ്ങൾ അങ്ങനെ ഇല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നേ എന്നൊക്കെ പറയുന്നുണ്ടോ. പക്ഷെ ഒരാള് നല്ല പോലെ പെരുമാറി, നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുത്തു, ഇല്ലെങ്കിൽ നല്ലൊരു സ്കില്ല് കാണിച്ചു ഒരു സ്ഥലത്ത് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതും ഒരു വലിയ കാര്യം തന്നെയാണ്. ആ അപ്രിസിയേഷൻ ഒക്കെയാണ് മറ്റേ ആള് നമ്മളെ നോട്ട് ചെയ്യുന്നുണ്ട്, അവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, അവരെന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അവരെന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മുടെ മറ്റേ പാർട്ട്ണർക്ക് മനസ്സിലാവാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്താലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതർവൈസ് നമ്മുടെ മറ്റേ പാർട്ട്ണർ വിചാരിക്കും ഇവ എന്നെ നെഗറ്റീവ്സ് മാത്രമേ കണ്ടെത്തുള്ളൂ, എപ്പോഴും എന്നെ കുറ്റം പറയാനേ വാതുറക്കുള്ളൂ എന്നൊക്കെ ആയിരിക്കും മറ്റേ ആള് പെർസീവ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ അതിൽ നിന്നും ഇൻഫർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം എന്ത് ഇൻഫർ ചെയ്യണം എന്നുള്ളതും നമുക്ക് തീരുമാനിക്കാലോ. നല്ല കാര്യങ്ങളും അപ്പുറത്തെ ആളെ കൊണ്ട് ഇൻഫർ ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അപ്രിഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്ണറിനെ ബാക്കിയുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുകയോ കളിയാക്കുകയോ അതൊന്നും ചെയ്യാതിരിക്കുക. ചിലപ്പോൾ കൂട്ടുകാരായിരിക്കും, നമുക്ക് എല്ലാവരും മ്യൂച്വൽ ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരിക്കും, ഒരുമിച്ച് കളിച്ച് വളർന്നവരായിരിക്കും, ഒരുമിച്ച് പഠിച്ചവരായിരിക്കും. എങ്ങനെയൊക്കെ മ്യൂച്വൽ ആണെന്ന് പറഞ്ഞാലും നമ്മുടെ പാർട്ട്ണറിനെ ചെറുതായി പോലും മറ്റുള്ള ആളുകളുടെ മുന്നിൽ വെച്ച് കളിയാക്കുകയോ ഇൻസൾട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുക തന്നെയായിരിക്കും എപ്പോഴും ഐഡിയൽ എന്ന് പറയുന്നത്. കാരണം അതിനൊക്കെ പിന്നീട് എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റുകൾ ഉണ്ടാവാനായിട്ട് സാധ്യതകളുണ്ട്. അതുപോലെ തന്നെയാണ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരു കാര്യമാണ് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ സംസാരിക്കണം. എപ്പോഴും നമ്മൾ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ വിക്ടിം പ്ലേ ചെയ്യും. ഓക്കെ, എന്റെ ഭാഗത്താണ് തെറ്റ്, ഓക്കെ ശരി ഞാൻ സമ്മതിച്ചു. അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് വേണ്ടി നമ്മൾ തന്നെ സംസാരിക്കണം. നമുക്ക് വേണ്ടി ഒരാൾ സംസാരിക്കില്ല. നമ്മുടെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കണം. തെറ്റാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ സോറി പറയാനായിട്ട് ഒരു മടിയും കാണിക്കരുത്. പലപ്പോഴും നമ്മൾ കപ്പിൾസിൽ കാണുന്ന ഒരു കാര്യമാണ്, പബ്ലിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഇവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാവും. പ്രശ്നം ഉണ്ടായിട്ട് മറ്റേ പാർട്ട്ണർ മുറിയിലേക്ക് പോയി കഴിയുമ്പോഴായിരിക്കും നമ്മുടെ ഈ പാർട്ട്ണർ മനസ്സിലാവും, ഓക്കെ ഞാൻ പറഞ്ഞത് തെറ്റായി പോയി. അപ്പോൾ അവിടെ പോയി മുറിയിൽ ചെന്ന് സോറി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പബ്ലിക്കിന്റെ മുന്നിൽ ഇൻസൾട്ട് ആയി കഴിഞ്ഞു, അല്ലെങ്കിൽ അവർക്ക് വിഷമമായി കഴിഞ്ഞു. അപ്പോൾ സോറി പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ സോറി പറയണം. അല്ലെങ്കിൽ അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റുകൾ നമ്മൾ ഉണ്ടാക്കാതിരിക്കണം. സോറി പറയേണ്ട ഒരു അവസരം വന്നു കഴിഞ്ഞാൽ സോറി തന്നെ പറയണം. സോറി എന്നുള്ള വാക്ക് തന്നെ പറയണം. എനിക്ക് നിന്നെ കുറെ ഇഷ്ടമാണ്, ഞാൻ ഇഷ്ടം കൊണ്ട് പറഞ്ഞു പോയതല്ലേ, എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ വിചാരിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കമന്റ്സ് ഒന്നും അവിടെ വില പോവില്ല. അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചിട്ടോ ഒരു ഉമ്മ കൊടുത്തിട്ടോ അന്ന് രാത്രി സെക്സ് ഉണ്ടായാലോ ഒന്നും പ്രശ്നം വരില്ല. സോറി പറയേണ്ടടുത്ത് സോറി തന്നെ പറയണം. അതാരായാലും പറയണം. എന്നാൽ തന്നെ ആ പ്രശ്നം അവിടെ അവസാനിക്കുള്ളൂ. അങ്ങനെയാണ് നമ്മൾ അപ്പുറത്തെ പാർട്ട്ണറിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് ഒരു വിധത്തിൽ നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കും. പിന്നെ ആർഗ്യുമെന്റ്സ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും ഒരാളുടെ ഭാഗത്ത് ചിലപ്പോൾ ശരി ഉണ്ടായിക്കോളാം എന്നൊക്കെ ഇരിക്കാം.
പക്ഷെ നമ്മൾ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. റിലേഷൻഷിപ്പിനാണോ നമ്മുടെ ആർഗ്യുമെന്റിനാണോ എന്നുള്ളത്. ചില സമയത്ത് നമുക്ക് റിലേഷൻഷിപ്പിന് പ്രയോറിറ്റി കൊടുക്കേണ്ടി വരും. കാരണം ആർഗ്യുമെന്റ് അങ്ങ് പോയി കഴിഞ്ഞാൽ അതങ്ങ് എങ്ങും എത്താതെ പോകുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ റിലേഷൻഷിപ്പിന് പ്രയോറിറ്റി കൊടുത്തിട്ട് ആരെങ്കിലും ഒരാള് അത് മനഃപൂർവ്വം ആർഗ്യുമെന്റിൽ നിന്ന് പിൻവലിയേണ്ടതുണ്ട്. അതിനെ ഒരു തോൽവിയായിട്ടോ ജയമായിട്ടോ ഒന്നും കാണേണ്ട ആവശ്യവുമില്ല. അപ്പോ പിന്നീട് ഈ ആർഗ്യുമെന്റ് കഴിഞ്ഞ് പിന്നീട് ഒരു ജനറൽ കോൺവെർസേഷൻ വരുമ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാം. അന്ന് ഇപ്പൊ സംസാരിച്ചപ്പോ ഞാൻ പിൻവലിഞ്ഞതാണ് കേട്ടോ, എനിക്ക് ശരിക്കും കുറെ പറയാനുണ്ടായിരുന്നു. അപ്പൊ നല്ലൊരു ഹാപ്പി മൊമെന്റ്സ് ഒക്കെ വരുന്ന സമയത്ത് തമാശയായിട്ട് ഈ ഒരു സിറ്റുവേഷൻ അവതരിപ്പിച്ചു കഴിഞ്ഞാല് അടുത്ത നമുക്ക് പിന്നെ പറയുവാണ് ഇനി അടുത്ത ഒരു ആർഗ്യുമെന്റ് ഒക്കെ ഉണ്ടാവുമ്പോ നിന്റെ ചാൻസ് ആണ് കേട്ടോ എന്നൊക്കെ തമാശയായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ആളുകൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, ദി അതർ പേഴ്സൺ ഈസ് ഡൂയിങ് സംതിങ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള കോൺവെർസേഷൻസ് ആവശ്യമാണ്. നമുക്ക് മനസ്സിലുള്ളത് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് അത് പറയുക, വെർബലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ പറയുന്ന ഒരു സ്കില്ലാണ് ഇപ്പൊ നമ്മൾ സെൽഫ് അവയർനെസ്സും ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനും പറഞ്ഞ പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്കില്ലാണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഈ മാരേജ് എന്ന കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോഴേക്കും ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് എന്ന് നമുക്ക് പറയാം. അതായത് നമ്മുടെ പാർട്ട്ണറുമായിട്ട് ഇമോഷണലി ഫിസിക്കലി ഒക്കെ ക്ലോസ് ആയിരിക്കുക, സപ്പോർട്ടഡ് ആയിട്ടിരിക്കുക, നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്പേസ്, നമ്മളുടെ ഗാർഡ്സ് ഒക്കെ വിട്ട് കളഞ്ഞ് നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു സ്പേസ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്നു പറയാം. അവരങ്ങനെ തന്നെ അതിനെ മനസ്സിലാക്കുന്നുണ്ടാവും. നമ്മുടെ തോട്ട്സ്, ഫീലിങ്സ്, ഇതൊക്കെ ഒരു ജഡ്ജ്മെന്റിന്റെ ഭയവും ഇല്ലാതെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ്. ഇതാണ് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സ്പേസ് എന്ന് പറയുന്നത്. ഇത് ഒറ്റയടിക്ക് നമ്മളുടെ കല്യാണം തീരുമാനിച്ചു എന്ന് പറയുന്ന നിമിഷം തൊട്ടുണ്ടാവുന്നതല്ല. ഇത് രണ്ടുപേരുടെയും എഫേർട്ടും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ ഉണ്ടായിട്ട് സമയമെടുത്ത് ഉണ്ടായി വരുന്ന ഒരു കാര്യമാണ്. അതിൽ പലപ്പോഴും ജെൻഡറിന്റെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട്. പലപ്പോഴും സ്ത്രീ പുരുഷ പാട്രിയാർക്കിയുടെ ഇൻഫ്ലുവൻസ്, ഇതൊക്കെ നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. പലപ്പോഴും എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് പുരുഷന്മാരെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക. സ്ത്രീകൾക്ക് ചിലപ്പോൾ ചിലയിടത്ത് ഭയങ്കര റോൾ ഉണ്ടാവില്ല. സ്ത്രീകൾ പലപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയരാകുന്നുണ്ടാവും. നമ്മുടെ ഒരു കൾച്ചറൽ സിനാരിയോയില് സ്ത്രീയാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം പുരുഷന്റെ വീട്ടിലോട്ടും പറിച്ചു നടപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾക്ക് ഏറ്റവും അധികം വിധേയരാവുന്നത് പലപ്പോഴും സ്ത്രീകൾ തന്നെയാണ്. പുരുഷന്മാരാവുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റുകളിൽ പുരുഷന്മാർക്കും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ കൂടുതലും സ്ത്രീകളായിരുന്നത് കൊണ്ട് സ്ത്രീകളെ പറ്റി സംസാരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിൽ ജെൻഡർ ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ റെസ്പെക്ട്, ഇക്വാലിറ്റി എന്ന് പറയുന്നതൊക്കെ ഈ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലെ ഒരു വലിയ ഫാക്ടറാണ്. ഇതിന് മ്യൂച്വൽ ട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ റിലേഷൻഷിപ്പ് പെട്ടെന്ന് ഒരു ദിവസം കല്യാണം ഉറപ്പിച്ച ദിവസം പൊട്ടി വീഴുന്നതല്ല. ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രാജുവലി ഏൺ ചെയ്തെടുക്കേണ്ടതാണ്. നമ്മളുടെ പെരുമാറ്റത്തിലൂടെ, സംസാരത്തിലൂടെ ഒക്കെ നമ്മൾ ഏൺ ചെയ്തെടുക്കുന്നതാണ് ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പാർട്ട്ണറിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഇമോഷണലി സേഫ് ആയിട്ട് തോന്നും. നമ്മൾ ഭയങ്കര വൾണറബിൾ ആയിട്ടിരിക്കുമ്പോൾ ഈ സ്പേസിൽ ഞാൻ സെക്യൂർ ആണ്, സേഫ് ആണ്, എനിക്ക് എന്ത് വേണേലും കാണിക്കാൻ പറ്റും, എൻ്റെ എന്ത് കോമാളിത്തരങ്ങളും കാണിക്കാൻ പറ്റും, ഞാൻ ഉറക്കെ ഇരുന്ന് കരഞ്ഞാൽ അവരൊന്നും അതിനെ ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല, അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, എനിക്ക് എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ പാർട്ട്ണർ അവരുടെ സമയം മാറ്റി വെച്ച് എനിക്ക് ഇമോഷണലി അവൈലബിൾ ആവാൻ ശ്രമിക്കുന്നുണ്ടാവും. അതൊക്കെ അതിന് അത്യാവശ്യമാണ് കേട്ടോ. നമുക്ക് അവൈലബിൾ ആവുക, ഇൻവെസ്റ്റ് ചെയ്യുക, നമുക്ക് വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യുക, റിസോഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ കല്യാണം കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനും എൻ്റെ സുഹൃത്തും കുറച്ച് സമയം മുന്നേ ചർച്ച ചെയ്യായിരുന്നു, കല്യാണം കഴിഞ്ഞാൽ ആളുകളിൽ പൊതുവെ മാറ്റം കാണുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. കല്യാണം കഴിഞ്ഞാൽ പൊതുവെ കപ്പിൾസിൽ ഇത് ഇത്രയും നാളുണ്ടായിരുന്ന പോലെ ഒന്നും ആയിരിക്കില്ല. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മാറ്റമായിരിക്കും.
അതായത് നമ്മളുടെ ഒരു എവല്യൂഷണറി ബിഹേവിയർ എടുത്ത് നോക്കുമ്പോൾ അതായത് പുരുഷന്മാര് സ്ത്രീകളുടെ അടുത്ത് മേറ്റ് സെലക്ഷന് വേണ്ടി പോകും. ഇപ്പൊ പണ്ട് തൊട്ടേ സ്ത്രീകളാണ് മേറ്റിനെ സെലക്ട് ചെയ്യുക. അപ്പൊ സ്ത്രീകൾ മേറ്റിനെ സെലക്ട് ചെയ്യുന്ന അതുവരെ പുരുഷൻ ഇംപ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഈ ഒരു പുരുഷൻ മാത്രമല്ല, പല പുരുഷന്മാരും ഈ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് അവിടെ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരിങ്ങനെ പല രീതിയിലും ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അവര് പെർസിസ്റ്റന്റ് ആയിട്ട് ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കും. അതാണ് ഇപ്പൊ നമ്മൾ ലവ് മാരേജിലൊക്കെ കാണാനായിട്ട് സാധിക്കുക. അതായത് ഈ കല്യാണം എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ സോഷ്യോ കൾച്ചറൽ സിനാരിയോയിലുള്ള ഈ മേറ്റ് സെലക്ഷന്റെ ഒരു സെർട്ടൈനിറ്റി പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുവരെ നമുക്ക് നമ്മുടെ പാർട്ട്ണറിനെ, അതിപ്പോ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഇംപ്രസ് ചെയ്തേ പറ്റൂ. നമ്മൾ വളരെ പെർസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ടാവും. അവർ നമ്മളെ ശ്രദ്ധിക്കണം, നമ്മൾക്ക് ഇമോഷണലി അവൈലബിൾ ആയിരിക്കണം, ഫോൺ വിളിക്കണം, സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ ഈ കല്യാണം എന്നുള്ള പോയിന്റ് വരെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. കല്യാണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സെർട്ടൈനിറ്റി പോയിന്റ് ആണ്. നമുക്ക് സെർട്ടൈൻ ആയി കഴിഞ്ഞു, ലീഗലി ബൗണ്ടഡ് ആണ്. ഇനി ഈ പാർട്ട്ണർ കുറെ കാലത്തേക്ക് ലോങ് ടേമിലേക്ക് എൻ്റെ കൂടെ തന്നെ ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. ഞാൻ ഈ മെയ്റ്റിനെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ ഇത്ര എഫേർട്ട് ഒന്നും ഇടുന്നുണ്ടാവില്ല. അപ്പൊ വിചാരിക്കുന്നത് ഇത്രയും കാലം ഇയാൾ ഇങ്ങനെയായിരുന്നില്ലല്ലോ, എന്നെ ഭയങ്കര കെയറിങ് ആയിരുന്നല്ലോ, ഇപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചോ എന്ന് പോലും അന്വേഷിക്കാറില്ല, ഞാൻ എന്ത് ഡ്രസ്സ് ഇടണേ എന്ന് പോലും നോക്കാറില്ല. അങ്ങനെയല്ല വേണ്ടത്. നമുക്കൊരു റിലേഷൻഷിപ്പിൽ ആയിക്കഴിഞ്ഞാല് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സ്നേഹവും കെയറും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നേ വേണം. നമ്മൾ വിചാരിക്കും ഇനി അത് എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഞാൻ അത്ര എക്സ്പ്രസീവ് ആവേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല. അത് എക്സ്പ്രസ് ചെയ്താൽ തന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യുള്ളൂ, ഓക്കെ ദിസ് പേഴ്സൺ കെയർസ് എന്നുള്ളത് അപ്പുറത്തെ ആൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എക്സ്പ്രസ് ചെയ്തേ മതിയാവൂ. അതും പെർസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം, രണ്ടുപേരും ചെയ്യണം. ഒരാൾ മാത്രം എഫേർട്ട് ഇട്ടാൽ പോരാ, രണ്ടുപേരും ഒരുപോലെ എഫേർട്ട് ഇടണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇന്റിമസി കുറെ കൂടെ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പൊ പല സ്റ്റഡീസും കാണിക്കുന്നത് ഇതുപോലുള്ള കൂടുതലുള്ള ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റിമസി എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു നല്ല റിലേഷൻഷിപ്പ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്, കുറേയും കൂടി മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനെ പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. ഇനി ഈ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് ആരെയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യണം എന്നുള്ളതും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പലപ്പോഴും മാരേജിലേക്ക് വരുമ്പോൾ അതിലെപ്പോഴും കമന്റ് ചെയ്യാനായിട്ട് പാരൻസ് ഉണ്ടാവും. ചില ആളുകൾക്ക് ഫ്രണ്ട്സ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പേഴ്സണൽ സ്പേസ് ഉണ്ടാവണം. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്പേസിലേക്ക് നമ്മൾ പാരൻസിനെയും ഫ്രണ്ട്സിനെയും ഒന്നും കടത്തേണ്ട ആവശ്യമില്ല. അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഈ രണ്ട് പാർട്ട്നേഴ്സ് തമ്മിലാണ്, അല്ലെങ്കിൽ പാരൻസോ ഫ്രണ്ട്സോ അല്ല. പലപ്പോഴും ഇത് കൂടുതൽ പ്രശ്നം വഷളാക്കി ഇവരുടെ ഇന്റർവെൻഷൻ ചെയ്യാറുള്ളത്. അതുകൊണ്ട് പാരൻസിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ നമ്മളുടെ പേഴ്സണൽ സ്പേസിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു പരിധി വിട്ട് നമ്മൾ ഇവരെ ആരും ഇൻക്ലൂഡ് ചെയ്യേണ്ടതില്ലേ? പറയുമ്പോൾ ശരിയാണ്, നമുക്ക് വളരെ സ്നേഹമുള്ള ആൾക്കാരാണ് നമ്മുടെ പാരൻസ്, വേണ്ടപ്പെട്ടവരാണ് നമ്മുടെ കൂട്ടുകാര്. അപ്പൊ അവരെ ഒന്നും പക്ഷെ നമ്മളുടെ ഈ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ അധികം അടുപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നും ഇല്ല എന്നുള്ളത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ് നമ്മളുടെ കൂട്ടുകാരൊക്കെയാണെന്നുള്ളത്. പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പലപ്പോഴും കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരുടെ കൂട്ടുകാർ എന്ന് പറയുന്നത് ഭർത്താവിന്റെ കൂട്ടുകാരുടെ ഭാര്യമാരൊക്കെ ആയിരിക്കും. ചിലപ്പോൾ അവരുടെ കൂട്ടുകാരെയൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു അവസരം ഇല്ലാതിരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും അവനവന്റെ ഫ്രണ്ട്സ് ഉണ്ടാവുക, അവരുമായിട്ട് സമയം ചെലവഴിക്കാനായിട്ട് സാധിക്കുക. അത് കൊല്ലത്തിൽ ഒരിക്കലോ 2 തവണയോ ഒക്കെ ആയിട്ട് നമ്മളുടെ കൂട്ടുകാരുടെ കൂടെ പുറത്തു പോവുക, ഒരു കാപ്പി കുടിക്കുക, ഒരു പാർക്കിലിരിക്കുക, സംസാരിക്കുക, അതൊക്കെ എല്ലാവർക്കും ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ കൂട്ടുകാരുണ്ടാവണം, നമുക്ക് മറ്റൊരു സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നമുക്ക് കോൺഫ്ലിക്റ്റിലേക്ക് വരാം. കോൺഫ്ലിക്റ്റ് ഇത് എല്ലാ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലും
സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇതില്ലാതെ ഒരു റിലേഷൻഷിപ്പും മുന്നോട്ട് പോകുന്നുണ്ടാവില്ല. ഇപ്പൊ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റും ഉണ്ട്, കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റും ഉണ്ട്. ഇപ്പോ ചില വീട്ടിലൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്, അപ്പുറത്തെ വീട്ടില് ആ രാമദേവന്റെ വീട്ടിൽ നിന്നുണ്ടല്ലോ ഒരു സൗണ്ട് പോലും ഇങ്ങോട്ട് കേൾക്കാറില്ല, ഒരു അടി പോലും നടക്കാറില്ല, എന്ത് പീസ്ഫുൾ ആയിട്ടാണ് അവര് ജീവിക്കുന്നത്. പക്ഷെ ഇപ്പുറത്ത് ഈ സ്റ്റീഫന്റെ വീട്ടിൽ നിന്ന് എന്തൊരു ബഹള, എപ്പോഴും അടി കൂടും, കുട്ടികളും ബഹളം, ഭാര്യയും ഭർത്താവും ബഹളം, ഇങ്ങനെയൊക്കെ അവര് പറയുന്നുണ്ടോ. പക്ഷെ രാമദേവന്റെ വീട്ടിൽ ശരിക്കും ഭയങ്കര ഒപ്രഷൻ ആയിരിക്കും, സൗണ്ട് ഉണ്ടാക്കാൻ സമ്മതിക്കുന്നുണ്ടാവില്ല, അതായത് ചോദ്യം ചെയ്യാനുള്ള ഒരു സ്പേസ് പോലും ഉണ്ടാവില്ല, എന്താണെങ്കിലും മിണ്ടാതെ അനുസരിച്ചോളണം എന്നുള്ളതായിരിക്കും. അതുകൊണ്ടായിരിക്കും അവിടെ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ആളുകൾ കാണുന്നുണ്ടാവുക. പക്ഷെ ഇപ്പുറത്തെ സ്റ്റീഫന്റെ വീട്ടിൽ ചിലപ്പോൾ അതിനുള്ള സ്പേസ് ഒക്കെ ഉണ്ടാവും, ആർഗ്യൂ ചെയ്യാനും സംസാരിക്കാനും അവനവന്റെ കാര്യം പറയാനും ഒക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അവിടെ ആർഗ്യുമെന്റ് നടക്കുന്നുണ്ടാവുക. അപ്പൊ ഇതാണ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളതുമുണ്ട്, കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ളതുമുണ്ട്. അതായത് കൺസ്ട്രക്റ്റീവ് ആവുക എന്ന് പറയുന്നത് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും ആ കോൺഫ്ലിക്റ്റിൽ നിന്ന് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു സൊല്യൂഷൻ കണ്ടെത്തി ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആയിരുന്നു എന്ന് നമുക്ക് വിളിക്കാം. ഡിസ്ട്രക്റ്റീവ് എന്ന് പറയുമ്പോഴേക്കും അത് നമ്മുടെ റിലേഷൻഷിപ്പിനെയും സെൽഫിനെയും ഒക്കെ വളരെയധികം മോശമായിട്ടാവും ബാധിക്കുന്നുണ്ടാവുക. അതായത് രണ്ടുപേരെയും ഭയങ്കരമായിട്ട് സെൽഫ് എസ്റ്റീമിനെയും അതുപോലെ കോൺഫിഡൻസിനെയും ബാധിക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നുണ്ടാവുക. പലപ്പോഴും കോൺഫ്ലിക്റ്റ് മാക്സിമം ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ അപ്പുറത്തെ നമ്മുടെ പാർട്ട്ണറിനെ കേൾക്കുക എന്നുള്ളത്, ലിസണിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ പാർട്ട്നേഴ്സിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഒരാൾ കോൺവെർസേഷൻ തുടങ്ങുമ്പോഴേക്കും ആ കോൺവെർസേഷൻ അങ്ങ് ഷട്ട് ഡൗൺ ചെയ്ത് കളയും. അതായത് നേരെ റൂമിൽ പോയിരിക്കുക, അല്ലെങ്കിൽ കിച്ചണിൽ പോയിരിക്കുക, അല്ലെങ്കിൽ ഫോൺ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി പോവുക എന്നുള്ളത്. അങ്ങനെ ചെയ്യാതിരിക്കുക, ഒരു കോൺവെർസേഷൻ ഷട്ട് ഡൗൺ ചെയ്യാതിരിക്കുക, അത് കേൾക്കുക, അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സമയവും ഇമോഷനും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചില സമയത്ത് കോംപ്രമൈസ് ചെയ്യേണ്ടി തന്നെ വരും, ആരെങ്കിലും ഒരാൾ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടി തന്നെ വരും. ആ കോംപ്രമൈസിന് നമ്മൾ റെഡി ആവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇതാണ് കോൺഫ്ലിക്റ്റിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത്. സമയം എത്ര മണി വരെയാണ് എന്ന് പറയാമോ ടിങ്കിൾ? നമുക്കൊരു 8:45 ഒക്കെ വരെ പോവാം മാം. അതിനുശേഷം നമുക്ക് Q&A ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം till ഒരു 9 വരെ. ഓക്കെ, അപ്പൊ ഞാന് ഫൈനാൻഷ്യൽ കാര്യങ്ങളും കൂടി കുറെ കൂടെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഒരു ഫൈനാൻഷ്യൽ കുഴപ്പമില്ല കേട്ടോ. ഒരു 9 വരെ പോവാൻ തോന്നുന്നു അല്ലേ? that's okay. നമുക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു വളരെ ബ്രീഫായിട്ട് പറയാനായിട്ട് ശ്രമിക്കാം. നമ്മൾ മാരേജ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ബഡ്ജറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ എന്തിനൊക്കെ പൈസ ചെലവാക്കുന്നു, എന്തിനൊക്കെ സേവ് ചെയ്യണം എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പൈസ സേവിങ്സും എപ്പോഴും ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം എമർജൻസി വോൾട്ട് എന്ന് എക്കണോമിക്സ് പഠിക്കുന്നവർ പറയും. എമർജൻസി വോൾട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വോൾട്ട് മണി എന്നൊക്കെ പറയും. വോൾട്ട് എന്ന് പറഞ്ഞാൽ അലമാര. വോൾട്ട് മണി എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂ വരികയാണെങ്കിൽ, അതാണ് നമ്മുടെ മുന്നിൽ എമർജൻസി എന്ന് പറയുന്നത്. മെഡിക്കൽ ഇഷ്യൂ വരികയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും നമ്മുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ പർച്ചേസിലോ നമുക്ക് പൈസ ആവശ്യം വരികയാണെങ്കിൽ ഈ പൈസ എടുത്തിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. അതുകൊണ്ട് നമുക്ക് സേവിങ്സ് എന്ന് പറയുന്നത് എപ്പോഴും ആവശ്യമാണ്. പിന്നെ രണ്ടുപേരും ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു സിനാറിയോയിൽ നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരാൾ മാത്രം ജോലിക്ക് പോവുക, ഒരാൾ വീട്ടിൽ വെറുതെ ഇരിക്കുക എന്നുള്ളതൊന്നും ഇപ്പോഴത്തെ ഒരു
കാലഘട്ടത്തിൽ ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല. ഇനി അത്രയും വലിയ സാലറി ഒക്കെയാണ് എന്റെ പാർട്ട്ണർ വീട്ടിൽ വെറുതെ ഇരുന്നോട്ടെ, വെറുതെ ഇരിക്കാൻ ആ പാർട്ട്ണർ ഇഷ്ടമാണ് ആണെങ്കിൽ ഇരുന്നോട്ടെ, അത് നമ്മൾ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. അതർവൈസ് രണ്ടുപേരും വർക്കിംഗ് ആണെങ്കിൽ അത് വളരെ നല്ല കാര്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടുപേർക്കും അവരുടേതായ പേഴ്സണൽ അക്കൗണ്ടും ഒരു ജോയിന്റ് അക്കൗണ്ടും ഉണ്ടാവുന്നത് നല്ലതാണ്. പേഴ്സണൽ അക്കൗണ്ടിലെ പൈസ സ്വന്തം കാര്യത്തിന്, ഇപ്പൊ സ്വന്തം വീട്ടുകാർക്ക് കൊടുക്കാനോ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടോ സ്വന്തം ഉടുപ്പ് വാങ്ങാനോ ജ്വല്ലറി വാങ്ങാനോ ഷൂ വാങ്ങാനോ ഫോൺ വാങ്ങാനോ ഒക്കെ നമുക്ക് നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് എടുക്കാം. പക്ഷെ വീട്ടിലേക്ക് വരുമ്പോഴൊക്കെയുള്ള ചെലവ്, വീട്ടിലെ ഗ്രോസറീസ് വാങ്ങുന്നത്, റെന്റ് അടയ്ക്കുന്നത്, ഗ്യാസിന് ബുക്ക് ചെയ്യുന്നത്, കറണ്ട് ബില്ല്, കുട്ടിയുടെ ചെലവ്, അതൊക്കെ നമ്മൾ ഈ ജോയിന്റ് അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാ മാസവും കൃത്യമായിട്ട് നമ്മൾ ഈ ജോയിന്റ് അക്കൗണ്ടിലേക്ക് ഒരു നിശ്ചിത എമൗണ്ട് ഇടുകയാണെങ്കിൽ നമ്മുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തർക്കമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഇപ്പോ ഉള്ള പാരന്റ്സ് ഒക്കെ സ്കൂളിലൊക്കെ വരുമ്പോൾ പറയുന്ന കാര്യം, യെസ് ഓക്കെ, എന്റെ കുട്ടികളെ ഒന്നിനെ പറ്റിയും ഞാൻ അറിയിക്കാറില്ല എന്നുള്ളത്, ഒരു ബുദ്ധിമുട്ടും അറിയിക്കാറില്ല, അങ്ങനെയൊന്നും അറിയിക്കാതെയാണ് വളർത്തിയത് എന്നൊക്കെ പറയാറുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. കുട്ടികളെ പറ്റി, നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിനെ പറ്റി കുട്ടികളോട് പറയുക വേണം. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ, നമുക്ക് ഇതേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും പറ്റും, നിങ്ങൾ ചോദിച്ചോളൂ എന്നുള്ളതൊക്കെ നമ്മൾ കുട്ടികളെ മനസ്സിലാക്കിക്കേണ്ടതുണ്ട്. നമ്മളുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിനെ പറ്റി കുട്ടികളോട് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ അവരും അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യും, അവരുടെ നീഡ്സിനെ അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുള്ളൂ. ഇതാണ് ഒരു ഫൈനാൻഷ്യൽ ആസ്പെക്റ്റിനെ പറ്റി നമുക്ക് ഇൻ ബ്രീഫ് ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവസാനത്തേക്ക് ഞാൻ വെച്ചത് നമ്മുടെ സെക്ഷൽ ലൈഫിനെ പറ്റിയാണ്. അപ്പൊ എല്ലാവർക്കും എന്താണ് സെക്സ്, സെക്ഷുവാലിറ്റി, ജെൻഡർ എന്നുള്ളതൊക്കെ അറിയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ അസ്യൂം ചെയ്യാണ് നിങ്ങൾക്ക് അറിയാം എന്നുള്ളത്. അതില് സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഒക്കെ എന്താണെന്നുള്ളത് അറിയും എന്ന് വിചാരിക്കുന്നു. സെക്സിലേക്ക് വരുമ്പോഴേക്കും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫീമെയിൽ സെക്ഷൽ അനാട്ടമി, മെയിൽ സെക്ഷൽ അനാട്ടമിയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മൾ പൊതുവെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ട് ശീലിച്ചിട്ടുള്ള പടങ്ങളായിരിക്കും നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താലൊക്കെ കിട്ടുന്നുണ്ടാവും. അതല്ലാതെ നമുക്ക് ഈ പിക്ചറൊക്കെ കണ്ട് നമ്മൾ കല്യാണത്തിന് മുന്നേ എന്താണ് എവിടെയാണ് എന്നുള്ളതൊക്കെ പഠിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇഷ്ടം പോലെ ക്ലൈൻസ് നമുക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ ജനൈറ്റില് എവിടെയാണ് എന്നറിയില്ല, ഇതെന്താണ്, ഇതെവിടെയാണ്, ക്ലിറ്ററിസ് എവിടെയാണ്, അതെന്താണ് ക്ലിറ്ററിസ്, എന്താണ് വജൈന എവിടെയാണ്, അത് സ്ത്രീക്കും അറിയില്ല പുരുഷനും അറിയില്ല. അങ്ങനെ രണ്ടുപേർക്ക് ഇന്റർകോഴ്സ് ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടുള്ള അവസരങ്ങൾ ഒരുപാട് നമ്മുടെ മുന്നിൽ ക്ലൈൻസ് കണ്ടിട്ടുണ്ട്. കുറേ പേര് വജൈനയാണെന്ന് വിചാരിച്ച് ആനുവൽ സെക്സിൽ ഏർപ്പെടുക, കുറേ പേര് വജൈനയാണെന്ന് വിചാരിച്ച് യൂറിത്രൽ ഓപ്പണിങ്ങിലേക്ക് ഇന്റർകോഴ്സ് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവുക, സെക്സിനെ തന്നെ വെറുത്തു പോവുക. ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസുകൾ നമ്മൾ ക്ലൈൻസിന്റെ അടുത്തുനിന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അനാട്ടമി എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. എന്താണ് വൾവ, എന്താണ് ക്ലിറ്ററിസ്, വജൈനൽ ഓപ്പണിംഗ് എവിടെയാണ്, യൂറിത്രൽ ഓപ്പണിംഗ് എവിടെയാണ്, എന്താണ് ആനസ് എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള പിക്ചറിനെ ഞാൻ ഷെയർ ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഞാൻ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ഷെയർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇനിയും എൻ്റെ നെറ്റ് കട്ടായി പോകുമോ എന്നെനിക്കൊരു സംശയം ഉള്ളത് കൊണ്ട് ഞാൻ അതിന് ശ്രമിക്കുന്നില്ല. കാര്യം നമുക്ക് പറഞ്ഞു പോവാം. ഓക്കെ, അപ്പോൾ അനാട്ടമി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനുശേഷം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്താണ് സെക്ഷൽ ഇന്റർകോഴ്സ്, ഇതെങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ. അതില് സെക്ഷൽ ഇന്റർകോഴ്സിനെ നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ട് വിളിക്കുന്ന പേരാണ് കോയിറ്റസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള ഫോർ പ്ലേനെ സയന്റിഫിക് ആയിട്ട് നോൺ കോയിറ്റൽ പ്ലേ എന്നാണ് നമുക്ക് പറയാറുള്ളത്.
അപ്പോൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു സെക്സ് എന്ന് പറയുന്നത് വളരെയധികം ഫോർ പ്ലേയും അതിനുശേഷം ഇന്റർകോഴ്സും ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് എന്ന് വിളിക്കുന്നത്. അതായത് സ്ത്രീകള് സെക്ഷലി സ്റ്റിമുലേറ്റഡ് ആവാനായിട്ട്, എറോസ്ഡ് ആവാനായിട്ട് വളരെയധികം ഫോർ പ്ലേ ആവശ്യമുണ്ട്. പുരുഷന്മാർക്ക് പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഈ എറോസൽ സംഭവിക്കുന്നുണ്ടാവും. ഇപ്പൊ സ്ത്രീകൾക്കാണെങ്കിൽ പലപ്പോഴും എറോസൽ ഉണ്ടാവാനായിട്ട് കുറേ സമയം എടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം ഫോർ പ്ലേ ആവശ്യമുണ്ട്. പലപ്പോഴും ഈ ഫോർ പ്ലേ ഇല്ലാതെ ഇന്റർകോഴ്സിന് ശ്രമിക്കുമ്പോഴാണ് സ്ത്രീകളിൽ പലരും റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്റർകോഴ്സ് ഭയങ്കര പെയിൻഫുൾ ആണ്, ബ്ലഡ് വരുന്നു, നീറുന്നു എന്നുള്ളതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഫോർ പ്ലേ കുറവാകുമ്പോഴാണ് സംഭവിക്കാറുള്ളത്. അപ്പോൾ സ്ത്രീകളിൽ സെക്ഷലി എറോസ്ഡ് ആയി കഴിഞ്ഞാൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഇറക്റ്റഡ് ആവും. ബ്രസ്റ്റ് ഇറക്റ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ പൊതുവെ സാഗി ആയിട്ടുള്ള ബ്രസ്റ്റുകൾ കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കും. പിന്നെ ആ നിപ്പിളിന് ചുറ്റുള്ള ബ്രൗൺ കളറിൽ അതിനെ എറിയോള എന്നാ പറയും. എറിയോള കുറച്ചും കൂടി ഒന്ന് എൻലാർജ് ചെയ്യും. ബ്രസ്റ്റിലെ നിപ്പിൾസ് ഒക്കെ ഇറക്റ്റഡ് ആയി നിൽക്കും. അതുപോലെ വെജൈനൽ എൻലാർജ്മെന്റ് ഉണ്ടാവും. വളരെ ചെറിയ ഒരു പാത്വേ ആണ് വെജൈന എന്ന് പറയുന്നത്. ഈ വെജൈന ഒരു വലിയ പീനിസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ മാത്രം രീതിയിൽ എൻലാർജ്മെന്റ് സംഭവിക്കും. അതുപോലെ തന്നെ ലൂബ്രിക്കേഷൻ, അതായത് വെളുത്ത നിറത്തിൽ കൊഴുകൊഴുപ്പുള്ള ഒരു ലിക്വിഡ് ഈ നമ്മുടെ ഈ ബാർത്തോലിയൻ ഗ്ലാൻസ് ഒക്കെ ഉണ്ട് ഈ ക്ലിറ്റോറിസിന്റെയും മൈനർ ലാബിയ മൈനറയുടെ ഒക്കെ അടുത്ത്. അത് നമുക്കൊരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ഫീമെയിൽ ജെനിറ്റൽ മെയിൽ ജെനിറ്റൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ ആണ് ലൂബ്രിക്കേഷൻ സെക്രീറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ ലൂബ്രിക്കേഷൻ കാരണം കുറച്ചും കൂടി ഈസി ആയിട്ട് പീനിസ് നമുക്ക് അകത്തേക്ക് കയറ്റാനൊക്കെ ഇൻസേർട്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ടാവും. അതായത് ഇപ്പം നമ്മളൊക്കെ ചില സ്ത്രീകളൊക്കെ കാണാം വളയൊക്കെ കയ്യിലേക്ക് കയറ്റാനായിട്ട് പറ്റാതാകുമ്പോൾ വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് കയറ്റാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഒരു മീഡിയമാണ് ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പുരുഷന്മാരിലേക്ക് വരുമ്പോഴേക്കും പീനൈൽ ഇറക്ഷൻ ആയിരിക്കും സംഭവിക്കുന്നുണ്ടാവുക, സെമിനൽ എമിഷൻ സംഭവിക്കുന്നുണ്ടാവും. പീനൈൽ ഇറക്ഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ സാധാരണ അവസ്ഥയിൽ പീനിസിന് എല്ലില്ലാത്ത സാധാരണ അവസ്ഥയിൽ പീനിസ് താഴേക്കായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇറക്റ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയുമ്പോഴേക്കും സെക്ഷലി അറൗസ്ഡ് ആവുമ്പോഴേക്കും പീനിസിലേക്ക് വളരെയധികം ബ്ലഡ് ഫ്ലോ ഉണ്ടാവുകയും അതിന്റെ ബലം കൂടുകയും അതിന്റെ ഭാഗമായിട്ട് തന്നെ വലിപ്പം കൂടുകയും അത് ഇറക്റ്റഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഇപ്പൊ ഇറക്ഷൻ എന്ന വാക്കിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത്, അതായത് ഡിക്ഷണറി മീനിങ് എന്ന് പറയുന്നത് എണീറ്റ് നിൽക്കുക എന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഒരു ഭയങ്കര സ്റ്റിഫായിട്ട് എണീറ്റ് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ പീനിസ് എത്തും. അതിനെയാണ് പീനൈൽ ഇറക്ഷൻ എന്ന് പറയാം. ഇപ്പൊ സർക്കംസീഷൻ കഴിയാത്തവരിൽ നമുക്ക് ആ ഒരു ചെറിയ ആ ഒരു പാടയും കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഗ്ലാൻസും ആ ഫോർസ്കിന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സർക്കംസീഷൻ കഴിയാത്തവരിൽ ഉണ്ടാവും, കഴിഞ്ഞവരിൽ ഫോർസ്കിൻ ഉണ്ടാവുന്നുണ്ടാവില്ല. അപ്പൊ ഇതാണ് സെക്ഷലി അറോസ്ഡ് ആയി കഴിഞ്ഞാൽ സ്ത്രീകളിലും പുരുഷന്മാരിലും നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഇന്റർകോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മെയിൽ ജെനൈറ്റലിനെ ഫീമെയിൽ ജെനൈറ്റലിന്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇന്റർകോഴ്സ് എന്ന് പറയാം. പിന്നെ പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇജാക്കുലേഷൻ. എന്താണ് ഇജാക്കുലേഷൻ എന്നുള്ളത്? അപ്പൊ പുരുഷന്മാര് വളരെയധികം സെക്ഷലി എറോസ്ഡ് ആയിട്ട് അവർ ഓർഗാസം അച്ചീവ്, അതായത് ഏറ്റവും പരമമായിട്ടുള്ള സെക്സിലെ ഒരു പ്ലഷർ എന്ന് പറയുന്നതാണ് ഓർഗാസം എന്ന് പറയുന്നത്. ഈ ഓർഗാസം അച്ചീവ് ചെയ്യുന്ന അവസരത്തിൽ അവർക്ക് പീനിസിൽ നിന്നും ഇജാക്കുലേഷൻ ഉണ്ടാവും. ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പേമും സെമനും കൂടി ഒരുമിച്ച് പുറത്തേക്ക് വരുന്ന അവസ്ഥേനെയാണ് ഇജാക്കുലേഷൻ എന്ന് വിളിക്കുക. ചിലർ ചോദിക്കും സെമന് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത്. സെമന് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ല, പകരം സ്പേമിനാണ് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉള്ളത്. സ്പേം ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റില്ല. സ്പേമിനെ കൊണ്ടുവരുന്ന മീഡിയമാണ് സെമൻ. അപ്പൊ സെമന്റെ കൂടെയേ സ്പേം വരുള്ളൂ, ഒറ്റയ്ക്കായിട്ട് വരുന്നുണ്ടാവില്ല. അപ്പൊ സെമന് ഇതിൽ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ല, സ്പേം മോട്ടൈലാണ്. അതുകൊണ്ട് ഫീമെയിൽ ജെനൈറ്റലിന്റെ എവിടെയെങ്കിലും ഒക്കെ സ്പേം പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലിക്വിഡിൽ കൂടെ സ്പേം ഇളകി 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 വജൈനയ്ക്കകത്ത് കയറി പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് പ്രോപ്പർ ഇന്റർകോഴ്സ് നടന്നില്ലെങ്കിലും ജെനൈറ്റലിന് എവിടെയെങ്കിലും സ്പേം ആണെങ്കിലും ആയാൽ പോലും ചിലപ്പോ പ്രഗ്നൻസി ഒക്കെ നടന്നേക്കാം. ചില കേസുകളിൽ അങ്ങനെ നടന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ചിലരുടെ നടക്കുകയും ചെയ്യില്ല. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവില്ല എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. അപ്പൊ മിക്ക കേസുകളിലും നമുക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ട് പറയുന്നത് ഇന്റർകോഴ്സിന് ശേഷം ഒരു നോൺ കോയിറ്റൽ പ്ലേ ഉണ്ടാവുകയാണെങ്കിൽ അത് ഹെൽത്തി ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ മാരേജ് എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിലേക്കൊക്കെ വരുമ്പോഴേക്കും, അറേഞ്ച്ഡ് മാരേജ് എന്നുള്ളതിലേക്കൊക്കെ വരുമ്പോഴേക്കും നമുക്ക് പുതിയ വ്യക്തികളാണ്, നമുക്ക് ഇതുവരെ പരിചയപ്പെടാത്ത വ്യക്തികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഹിബിഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതിപ്പോ സ്ത്രീക്കാണെങ്കിലും അതെ, പുരുഷന്മാർക്കാണെങ്കിലും അതെ. അപ്പൊ സ്റ്റഡീസ് കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സെക്സിന് മുന്നേ തന്നെ ഒരു ജെനൈറ്റൽ എക്സ്പ്ലോറേഷൻ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ നമ്മുടെ ഇൻഹിബിഷൻ കുറയ്ക്കാനും ജെനൈറ്റൽസ് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനും ഒക്കെ സഹായിക്കും എന്നാണ് പല സ്റ്റഡീസും പറയുന്നത്. അപ്പൊ ജെനൈറ്റൽ എക്സ്പ്ലോറേഷനും പല പൊസിഷൻസ് ഉണ്ട്. അപ്പൊ അതായത് പുരുഷന്റെ മേലെ കൂടെ സ്ത്രീ കിടന്നിട്ട് സ്ത്രീയുടെ ജെനൈറ്റല് പുരുഷൻ എക്സ്പ്ലോർ ചെയ്യുന്നതും, ഫേസ് ടു ഫേസ് ഇരുന്നിട്ട് പുരുഷന്റെ ജെനൈറ്റല് സ്ത്രീ എക്സ്പ്ലോർ ചെയ്യുന്നതുമായിട്ടുള്ള പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആണ് എന്നുള്ളത് സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. എപ്പോഴും സെക്സിന് മുന്നേ കൺസെന്റ് ഉണ്ടാവണം എന്നുള്ളത് ശ്രദ്ധിക്കണം. ഞാൻ ഇവരെ കല്യാണം കഴിച്ചു, അതുകൊണ്ട് എനിക്ക് ഇവരുടെ മേത്ത് എന്തുമാകാം എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഒരിക്കലും എടുക്കരുത്. അവര് ഒരു മറ്റൊരു വ്യക്തി തന്നെയാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്, ഇഷ്ടമുണ്ട്. അപ്പൊ മ്യൂച്വൽ കൺസെന്റ് ഉണ്ടാവണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭാര്യയാണ്, എനിക്ക് എന്തും ചെയ്യാം എന്നൊന്നും വിചാരിക്കരുത്. ഭാര്യയ്ക്ക് സമ്മതമാണെങ്കിൽ മാത്രം, ഭർത്താവിന് സമ്മതമാണെങ്കിൽ മാത്രം സെക്സിൽ ഏർപ്പെടുക. സെക്സിൽ ഏർപ്പെടാനായിട്ട് പലതരം പൊസിഷൻസ് ഉണ്ട്. അതില് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് മാൻ ഓൺ ദ ടോപ്പ് പൊസിഷൻ ആണ്. ഇപ്പോൾ നമ്മൾ സെക്ഷലി കംഫർട്ടബിൾ ആവുന്ന വരെയൊക്കെ ഈ ഒരു പൊസിഷൻ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ കല്യാണം കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര നിർബന്ധമായിരിക്കും ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടായിട്ട് പറയാനുള്ളത് ഇന്റർകോഴ്സ് ഫസ്റ്റ് ഡേ തന്നെ നടന്നോളണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. രണ്ടുപേരും കംഫർട്ടബിൾ ആവേണ്ടതുണ്ട്. അപ്പോൾ കംഫർട്ടബിൾ ആയി ഒരു ഇന്റർകോഴ്സ് ഒക്കെ നടന്നു വരാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ടാവും. അപ്പോൾ ആ സമയം രണ്ടുപേർക്കും അനുവദിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതുപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും സെക്സിൽ ഇനീഷ്യേറ്റീവ് എടുക്കാം. അത് പുരുഷന്മാർക്ക് മാത്രമേ പാടുള്ളൂ എന്നുള്ളതൊന്നുമില്ല, സ്ത്രീക്കും എടുക്കാം. പലപ്പോഴും പുരുഷന്മാരെടുക്കുമ്പോൾ അത് അവരുടെ ഭയങ്കര കഴിവായിട്ടും സ്ത്രീകൾ എടുക്കുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റീനെ ചോദ്യം ചെയ്യുന്നതായിട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്ത്രീകളാണെങ്കിലും പുരുഷനാണെങ്കിലും സെക്സിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടവരാണ്. ആര് ഇനീഷ്യേറ്റീവ് എടുത്താലും അത് ഹെൽത്തി ആയിട്ട് പോവേണ്ടതാണ്. പിന്നെ നമുക്ക് ഒരു വൈഡ് വെറൈറ്റി ഓഫ് സെക്ഷൽ ബിഹേവിയർ കാണാൻ പറ്റും. അതിൽ കോമൺ ആയിട്ട് കാണുന്നതാണ് ഓറൽ സെക്സും ആനൽ സെക്സും. ഓറൽ സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്ണറിന്റെ ജെനൈറ്റലിനെ മറ്റേ പാർട്ട്ണർ ഓറലി സ്റ്റിമുലേറ്റ് ചെയ്യുക. അത് വായ കൊണ്ടോ ചുണ്ട് കൊണ്ടോ നാവ് കൊണ്ടോ ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനെയാണ് ഓറൽ സെക്സ് എന്ന് പറയാം. ആനൽ സെക്സ് എന്ന് പറയുന്നത് ആനസിലൂടെ ഇന്റർകോഴ്സ് ചെയ്യുന്നതിനെയാണ് ആനൽ സെക്സ് എന്ന് പറയുന്നത്. ഓറൽ ഇത് രണ്ടും ചെയ്യാൻ പാടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പെൻസ്. അതിൽ ഓറൽ സെക്സ് ഒക്കെ ഇഷ്ടമില്ലാത്തവരുണ്ട്. ഇഷ്ടമില്ലാത്തവരെ നമ്മൾ നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട ആവശ്യമില്ല. വല്ലപ്പോഴും ഒക്കെ ചെയ്തുകൊണ്ടും കുഴപ്പമില്ല. പക്ഷെ സ്ഥിരമായിട്ട് അതിൽ കൂടെ മാത്രമേ പ്രഷർ കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് പ്രോബ്ലമാറ്റിക് ആണ്. അതപ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആനൽ ഇന്റർകോഴ്സ് ആണെങ്കിലും ഇപ്പൊ പുതിയ സ്റ്റഡീസ് ഒക്കെ കാണിക്കുന്നുണ്ട്, ആനസിൽ കുറെ ന്യൂറൽ എൻഡിങ്സ് ഉണ്ട്, അതുകൊണ്ട് പ്ലഷർ ഏരിയ ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ആനസിലൂടെ ഇന്റർകോഴ്സ് ചെയ്യുമ്പോൾ പലപ്പോഴും പെയിൻഫുൾ ആണ്. കാരണം വജൈനയുടെ അത്ര ഇലാസ്റ്റിസിറ്റി ആനസിനില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കൂടുതൽ ആനൽ ഇന്റർകോഴ്സ് ചെയ്യുന്ന ആളുകൾ പറയുന്നത് നമ്മളുടെ ആനസിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് തന്നെ ഡിഫിക്കേഷൻ ആണല്ലോ. അപ്പൊ ഡിഫിക്കേഷൻ കുറച്ചും കൂടി നമുക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്നുള്ളത് പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആനൽ സെക്സും ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. അതുപോലെ തന്നെ പോണോഗ്രഫി കണ്ടിട്ട് അതിലെ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കും. പോണോഗ്രഫി എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിലാക്കുക ഭയങ്കര എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷൽ റെപ്രസെന്റേഷൻ ആണ്. അതൊന്നുമല്ല നമ്മുടെ റിയാലിറ്റിയിലേക്ക് വരുമ്പോഴേക്കും ഉണ്ടാവുക. റിയാലിറ്റിയിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ട്രയൽ ആൻഡ് എററിൽ കൂടെ തന്നെ
മറ്റേ ആളുകളുടെ പ്ലഷർ കണ്ടെത്താനും നമ്മൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ മനസ്സിലാവുകയും ചെയ്യുള്ളൂ. അതിലും നമുക്ക് പ്രിഫറൻസുകൾ ഉണ്ടെങ്കിൽ അത് മറ്റേ ആളോട് പറയാനായിട്ട് ശ്രമിക്കുക. ഇവിടെ തുടരുത്, ഇങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും തൊട്ടോളൂ, ഇവിടെ സ്റ്റിമുലേറ്റ് ചെയ്തോളൂ, എനിക്ക് ഇതാണ് കംഫർട്ടബിൾ, ഇതാണ് എനിക്ക് കൂടുതൽ സന്തോഷം തരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അപ്പുറത്തെ ആളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അങ്ങനെ അപ്പൊ ഇതാണ് ഏറ്റവും ബേസിക്കലി സെക്ഷൽ ആസ്പെക്റ്റിനെ പറ്റിയും നമുക്ക് പറയാനായിട്ടുള്ളത്. ഒരുവിധം പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ കവർ ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ആ സ്കിൽസ് അടക്കം സെൽഫ് അവയർനെസ്, കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സ്കിൽസ് അടക്കം കോൺഫ്ലിക്റ്റ്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, സെക്ഷൽ ആസ്പെക്ട്, ഇങ്ങനെ ഒരു ബ്രീഫായിട്ട് ഞാൻ കവർ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ടിരിക്കും. സമയം 9 മണിയാവാറായി. ഓക്കെ, മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? യെസ്. കല്യാണം കഴിഞ്ഞ ശേഷം നമ്മള് ഇപ്പം സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ ഷെയർ ചെയ്യാൻ പാടുണ്ടോ? എല്ലാ അതായത് കാര്യങ്ങളും നമ്മൾ ഇമോഷണലി ഇപ്പം നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആരോട് ഇന്നേ വരെ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമോഷണലി നമ്മൾ എന്താ പറയാ ടോർച്ചർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമോ? അത് ചിലര് പറയുന്നുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് അവര് പിന്നീട് നമ്മളെ എന്താ പറയാ ടോർച്ചർ ചെയ്തോണ്ടിരിക്കും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് ശരിയാണോ? ചില ആളുകൾ ചെയ്യും, ചില ആളുകൾ ചെയ്യില്ല. എപ്പോഴും നമുക്ക് പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാവും നമ്മുടെ ചുറ്റിലും. ഇമോഷണൽ ആയിട്ടുള്ള അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതിന് മുന്നേ കല്യാണം ഉറപ്പിച്ചു അല്ലെങ്കിൽ ഞാൻ പ്രേമിച്ചു എന്നതുകൊണ്ട് മാത്രം പറയാതിരിക്കുക. നമ്മൾ ആ ഒരു വ്യക്തിയുടെ അടുത്ത് നമുക്കൊരു കംഫർട്ട്, സേഫ്റ്റി ഒക്കെ നമുക്ക് ഫീൽ ചെയ്യൂലോ. ഓക്കെ, ഈ വ്യക്തി എന്നെ എങ്ങനെയാണ് കാണുന്നത്, എന്നെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, എന്നെ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അത് സേഫ് ആണ്, അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് വളരെ കംഫർട്ടബിൾ ആണ്, ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞാലും എന്നെ ഒന്നും ഇവാലുവേറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ സംസാരിച്ചാൽ മതി. എസ്പെഷ്യലി നമ്മുടെ പാസ്റ്റ് റിലേഷൻഷിപ്പുകളെ പറ്റി. നമുക്ക് ചിലപ്പോൾ മുന്നേ 1 or 2 റിലേഷൻഷിപ്പ് ഉണ്ടായി കാണും. അത് എങ്ങനെയുള്ള വ്യക്തിയാണെങ്കിലും പാസ്റ്റ് റിലേഷൻഷിപ്പിനെ പറ്റി നമ്മുടെ പുതിയ പാർട്ട്ണറിന്റെ അടുത്ത് പറയാം. ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വളരെ ഡീപ്പായിട്ടൊന്നും അവൻ അങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അവൾ എങ്ങനെയായിരുന്നു, ഞങ്ങൾ കുറെ നാൾ അങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്നും പറയാതിരിക്കാം. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും പറയാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ഈ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള നമ്മൾക്ക് ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു സേഫ് ആണ് എന്ന് തോന്നിയതിന് ശേഷം മാത്രം ഷെയർ ചെയ്യുക. അതർവൈസ് നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഓക്കെ, താങ്ക് യു മാം. മാം ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. ഞാൻ എന്റെ വീഡിയോ ഒന്ന് ഓണാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ മാം, എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോ പാർട്ട്നേഴ്സ് തമ്മിലുള്ള പേഴ്സണൽ ഫ്രീഡം ഉണ്ടല്ലോ, അത് ഏതുവരെ ആവാം? ഫോർ എക്സാമ്പിൾ ഇപ്പോ യങ് ജനറേഷൻ പറയുകയാണെങ്കിൽ ഒരാളുടെ മൊബൈൽ അടുത്ത ആൾ യൂസ് ചെയ്യുക, ഒരാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് മറ്റൊരാൾ യൂസ് ചെയ്യുക, അതൊക്കെ ഭയങ്കരമായിട്ട് ഇതായി ചെയ്യാറുണ്ട്. പക്ഷെ എത്രത്തോളം ഏത് എക്സ്റ്റെന്റ് വരെ ആ ഫ്രീഡം നമുക്ക് കൊടുക്കാം ഒരു ഗുഡ് റിലേഷൻഷിപ്പിൽ ഫ്രീഡം ആവശ്യമാണ്. പക്ഷെ മറ്റേ ആളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്, മറ്റേ ആളുടെ ഫോൺ എന്ന് പറയുന്നത് അവരുടെ പ്രൈവറ്റ് സ്പേസ് തന്നെയാണ്. അതിലേക്ക് നമ്മൾ ആരും കൈ കടത്തേണ്ട ആവശ്യമില്ല. അതിലിപ്പോ കോൾ ലോഗ് നോക്കുന്നതാണെങ്കിലും, ഗാലറി നോക്കുന്നതാണെങ്കിലും, വാട്സാപ്പ് എടുത്ത് നോക്കുന്നതാണെങ്കിലും, ഫേസ്ബുക്കിന്റെ പാസ്വേഡ് കൊടുക്കുന്നതാണെങ്കിലും, ഇൻസ്റ്റാഗ്രാം നോക്കുന്നതാണെങ്കിലും, അതൊന്നും മറ്റേ ആളുടെ ഫോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കയറിയിട്ടോ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫ്രീഡം അവിടെ ലിമിറ്റ് ചെയ്യേണ്ടതുണ്ട്. അല്ലാതെയുള്ള ഫ്രീഡങ്ങളൊക്കെ ആവാം നമുക്ക്. ഇതുപോലുള്ള ഫ്രീഡം, ഇപ്പൊ നമ്മുടെ ലാപ്ടോപ്പ് എടുക്കുക, ചെക്ക് ചെയ്യുക, അതിന്റെ ഒന്നും ആവശ്യമില്ല. അതിനൊന്നും ആരും പ്രൊമോട്ട് ചെയ്യേണ്ടിയും ആവശ്യമില്ല. ഇപ്പൊ അത്യാവശ്യം ഒരു കോള് വിളിക്കാനാണ് അവരുടെ ഫോണിൽ നിന്ന് കോള് പോകുന്നില്ല എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഫോൺ നോക്കാൻ കൊടുക്കാം. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം നമ്മളുടെ ഫോൺ അവരുടെ അടുത്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഫോണിന്റെ പാസ്വേഡ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയ അക്കൗണ്ടിന്റെ പാസ്വേഡ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് പ്രൈവറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന് പാസ്വേഡ് വെച്ച് സൂക്ഷിക്കുന്നത്. വേറെ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്.
അപ്പൊ അനാവശ്യമായിട്ട് അങ്ങനത്തെ ആ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ടത്. എന്തിനും ഉപയോഗിക്കാം, നമ്മൾ അനുവദിക്കുമ്പോൾ മാത്രം അവർ ഉപയോഗിച്ചോട്ടെ, നമ്മുടെ മുന്നിൽ വെച്ച് ഉപയോഗിച്ചോട്ടെ, അല്ലാതെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ സമ്മതിക്കേണ്ട ആവശ്യമില്ല, അതാരാണെങ്കിലും. ഹലോ ഓൾ, ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ മാമിനോട്. ഞാൻ തന്നെ ചോദിക്കുന്നത്, ഞാൻ മാരീഡ് അല്ല എങ്കിൽ പോലും ചോദിക്കുകയാണ്. ചില ഹസ്ബൻഡ്സ് എന്ത് ചെയ്യുന്നത്, കുറച്ച് കാര്യങ്ങൾ മാഡത്തിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ കവർ ചെയ്ത കാര്യമാണ്. ഫിനാൻഷ്യലി നമുക്ക് വല്ലാതെ കുറച്ച് ഹഡിൽസ് പോകുന്ന സിറ്റുവേഷനിലും വൈഫിന് മുമ്പിൽ എന്ത് ചെയ്യും, ആക്ട് ചെയ്യും, മീൻസ് കൊള്ളാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യും, കുറെ സാക്രിഫൈസസ് ചെയ്യും. എന്താ വെച്ചാൽ ആക്ച്വൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ ഉണ്ടാവില്ല, ഇവർക്ക് കെയർ കിട്ടത്തില്ല. അതിനെ കുറിച്ചൊന്ന് പറയണം. അത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, പല ഹസ്ബൻഡ്സോട് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി എന്താണോ ആക്ച്വലി നിങ്ങൾ അത് കണ്ട് ഇഷ്ടപ്പെടുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ കെയർ ചെയ്യുന്ന ആളായിരിക്കണം വൈഫിന്. പക്ഷെ പല ആൾക്കാരും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി നമ്മളെ വിട്ടുപോകും, നമുക്ക് വാല്യൂ കിട്ടത്തില്ല, നമുക്ക് ഒരു ഇമ്പോർട്ടൻസ് കിട്ടത്തില്ല, അങ്ങനെ പല ആൾക്കാരും ഹൈഡ് ചെയ്യും. പക്ഷെ ഒരു സെക്കൻഡ് എക്സ്റ്റെൻഡ് പോകുമ്പോൾ അതെന്ത് ചെയ്യും, ബ്രേക്ക് ആവും. പിന്നെ അത് തന്നെ ഒരു ഡിവോഴ്സ് കേസസിലോട്ട് പോകേണ്ട ഒരു കേസ് വരും. അതിനെ കുറിച്ച് അങ്ങനെയുള്ള പല ഇൻസ്റ്റൻസസും ഉണ്ടായിട്ടുണ്ട്. അത് സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു ചില ആളുകള് ഫൈനാൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പാർട്ട്ണറിന് ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇവർക്ക് ഇത്രയും പൈസ ഉണ്ടാവണം, ഇത്രയും നല്ല ജോലി ആയിരിക്കണം, എന്നാൽ മാത്രമേ ഞാൻ ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുള്ളൂ എന്ന് അടം പിടിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ചിലപ്പോ ഈ പറയുന്ന പലപ്പോഴും ആണുങ്ങൾ ഇതിൽ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. സ്ത്രീകള് അവരുടെ റിലേഷൻഷിപ്പില് നിർത്താൻ വേണ്ടിയിട്ട് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് അവരെ അറിയിക്കുക എന്നുള്ളതാ. എന്നിട്ട് നിൽക്കുന്നവര് നിൽക്കട്ടെ, അതർവൈസ് നമുക്ക് ഭയങ്കര പ്രഷറായിരിക്കും. കാരണം ഇത് നമുക്ക് അവരുടെ ആവശ്യങ്ങൾ ചിലപ്പോ നമുക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറത്തായിരിക്കും. അത് നമുക്ക് ചിലപ്പോൾ ചെയ്യാനും പറ്റില്ല, പറയാനും പറ്റില്ല. അപ്പൊ നമ്മളത് പറയാ എന്നുള്ളത് ഇനിയിപ്പോ മറ്റെന്തെങ്കിലും വഴികളിലൂടെ അവരത് മനസ്സിലാക്കിയെന്നും ഇരിക്കട്ടെ, അപ്പൊ പിന്നെ ചതിച്ചു, ഒളിച്ചു വെച്ചു എന്നുള്ള അലിഗേഷൻസും വരും. അതുകൊണ്ട് പലരും ഡിവോഴ്സിലേക്ക് എത്താറുണ്ട്. ജോലി ഉണ്ട് എന്ന് പറഞ്ഞ് പറ്റിച്ചു, ഇന്നൊരു ജോലിയാണ്, ഇത്ര പൈസ ശമ്പളം ഉണ്ട് എന്ന് പറഞ്ഞ് പറ്റിച്ചു എന്ന് പറഞ്ഞ് ഡിവോഴ്സിലേക്ക് എത്തുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പറയുക, തുറന്ന് പറയുക, ഇതാണ് ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ്, ഇത്രയും എനിക്ക് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷെ ഇത്രയും എക്സ്പീരിയൻസ് വെച്ച് ഇനി ഒരു ജോലിക്ക് എനിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു സാലറി കിട്ടാൻ സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ ഞാനും നീയും ഒരുമിച്ച് ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് ബാലൻസ് ആക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കും, നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അഡീഷണൽ മറ്റെന്തെങ്കിലും പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അങ്ങനെ രണ്ടുപേരും സംസാരിച്ച് അതൊരു മ്യൂച്വൽ അഗ്രിമെന്റിൽ എത്തിയിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അത് മറച്ചു വെക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. മാം, ഗ്രൂപ്പിൽ ഒരാൾ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അതായത് മാരേജിന് ശേഷം പേരൻസിന്റെ കൂടെ നിൽക്കുന്നതാണോ അതോ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതാണോ ന്യൂലി വെഡഡ് കപ്പിൾസിന് ബെറ്റർ? സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന തന്നെയായിരിക്കും നല്ലത്. കാരണം അവർക്ക് അവരുടെ സ്പേസ് ആവശ്യമുണ്ട്, മനസ്സിലാക്കാനും ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ. അതുകൊണ്ട് കുറച്ചൊന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന തന്നെയായിരിക്കും നല്ലത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയൽ കപ്പിളിനെ, ഐഡിയൽ ലൈഫ് പാർട്ട്ണറിനെ കണ്ടെത്തുക. എക്സാമ്പിൾ, ഞാൻ മാരേജ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആള് എനിക്ക് പറ്റും മാച്ച് ചെയ്യുന്ന ആളായിരിക്കണം. എന്റെ ജോബ്, എന്റെ ബാക്ക്ഗ്രൗണ്ട്, എന്റെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, എന്റെ എക്സ്പെക്ടേഷൻ എല്ലാം. എന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആളെ ഞാൻ മാരേജ് ചെയ്യുകയാണെങ്കിൽ എന്റെ ലൈഫ് സ്പോയിൽ ആവും, ഒരു പെൺകുട്ടിയുടെ ലൈഫ് സ്പോയിൽ ആവും അല്ലെ. അപ്പൊ രണ്ട് തരത്തിൽ നമുക്ക് ഐഡിയൽ ആയിട്ടൊരു കപ്പിളിനെ ലൈഫ് പാർട്ട്ണറെ കണ്ടെത്താനായിട്ട് എങ്ങനെ നമുക്ക് കഴിയുക? ഇപ്പൊ നമുക്ക് ഭയങ്കര ഷോർട്ടാണ്, ഫുൾ റെസ്ട്രിക്റ്റ് ആണ്. ഇപ്പൊ പ്രൊഫൈൽ പോകുമ്പോൾ നമുക്ക് പെൺകുട്ടിയോട് സംസാരിക്കാൻ ആക്സസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ മാട്രിമോണി ആകുമ്പോൾ നമ്മൾ നോക്കുന്നത് ഒരു നല്ല പ്രൊഫഷൻ ക്വാളിറ്റി ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ പെട്ടെന്ന് ചാടിക്കേറി ലോക്ക് ചെയ്യും. ഇപ്പുറത്തെ ആൺകുട്ടിയാണെങ്കിൽ നല്ല വെൽ സെറ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ലോക്ക് ചെയ്യും. അപ്പൊ ഫ്രം ദാറ്റ് നമ്മൾ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്നുണ്ടോ, ഇവർ രണ്ടുപേരും എക്സ്പെക്ടേഷൻ എന്താണെന്ന് ആരും നോക്കാറില്ല. അതുകൊണ്ടാണ് കൂടുതൽ ഡിവോഴ്സ് കേസസ് പെട്ടെന്ന് വരുന്നത്, സെപ്പറേഷൻസിലോട്ട് വരുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും? അല്ല, എങ്ങനെ ഒരു ബെസ്റ്റ് ആളെ കണ്ടെത്താൻ വേണ്ടി പറ്റും? ഐഡിയൽ മാച്ച് എന്നുള്ളതൊന്നുമില്ല.
ഇത് നമ്മളുടെ പാർട്ട്ണർ ഒരു 75% കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ നമുക്ക് എന്നുള്ളത് നോക്കാൻ പറ്റുള്ളൂ. 100% നമുക്ക് മാച്ച് ചെയ്യുന്ന 100% നമ്മൾ ഒത്തുപോകുന്ന ഒരാളെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ നമുക്ക് മാക്സിമം 80 പിടിക്കാം, അത്രയൊക്കെ നമുക്ക് സാധിക്കുള്ളൂ. പക്ഷെ നമുക്ക് എപ്പോഴും കിട്ടുന്നുണ്ടാവും ഒരു 60 ഇരിക്കും. അപ്പൊ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സെൽഫ് അവയർനെസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എന്താണ് വേണ്ടത്, നമ്മൾ എവിടെയാണ് ഏറ്റവും ഫിറ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതൊക്കെ നമുക്ക് നല്ല ധാരണ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ഒരാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ ഓക്കെ, ഇവരുടെ ഈ ആറ്റിറ്റ്യൂഡും എൻ്റെ ആറ്റിറ്റ്യൂഡുമായിട്ട് ഒത്തുപോകുന്നതല്ല, ഇവർ കുറച്ചും കൂടി റിഗ്രസീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ്, ഞാൻ കുറച്ചും കൂടി ഓപ്പൺ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ്, എനിക്ക് ഇവരായിട്ട് ഒത്തുപോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിനെ പറ്റി ചോദ്യം ചെയ്യുന്നവരാണെങ്കിൽ, നമ്മുടെ ഫാമിലിനെ പറ്റി ചോദ്യം ചെയ്യുന്നവരാണെങ്കിൽ, അപ്പോൾ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കണം ആരുമായിട്ട് നമുക്ക് ഒത്തുപോകില്ല എന്നുള്ളത്. അതിന് കുറച്ച് സമയം നമുക്ക് ആവശ്യമുണ്ട്, ഒറ്റയടിക്ക് സാധിക്കില്ല. ഇപ്പൊ മാട്രിമോണിയലിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കണ്ടു കഴിഞ്ഞാൽ ഇന്ന് കണ്ടു, അടുത്ത ആഴ്ച സംസാരിച്ചു, അതിന്റെ അടുത്ത ആഴ്ച വീട്ടുകാർ വന്ന് സംസാരിച്ചു, ഒരു മാസം നമ്മളങ്ങ് സംസാരിച്ചു, ഒരു മാസം സംസാരിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നി, നമ്മളത് പ്രൊസീഡ് ചെയ്തു, 3-ാമത്തെ മാസം എൻഗേജ്മെന്റ്, 5-ാമത്തെ മാസം കല്യാണം. ഇതല്ലാതെ നമ്മള് കുറച്ച് സമയം എടുത്ത് സംസാരിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മളെപ്പോഴും ഐഡിയൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോഴും സജസ്റ്റ് ചെയ്യാറ് 1 വർഷമെങ്കിലും മിനിമം എടുക്കണം ഒന്ന് സംസാരിച്ച് മനസ്സിലാക്കാൻ എന്നുള്ളതാണ്. അതിൽ ഒരുമിച്ച് യാത്ര ചെയ്യണം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം, അതൊക്കെ ഉണ്ടാവേണ്ടത് വളരെ പ്രധാനപ്പെട്ട. കാണണം, സംസാരിക്കണം, ഒറ്റയ്ക്ക് സംസാരം മാത്രമായിട്ട് ഇരിക്കണം, കാര്യങ്ങളെ കൃത്യമായിട്ട് വെർബലൈസ് ചെയ്യാനായിട്ട് പറ്റണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക്. എന്നാലും ഒരു പരിധി വരെയെങ്കിലും നമുക്ക് ഓക്കെ ഒത്തുപോകാം, അല്ലെങ്കിൽ നമുക്ക് ഒരു പാർട്ട്ണർഷിപ്പിന് ശ്രമിച്ചു നോക്കാം എന്ന് നമുക്ക് തോന്നുന്ന ഒരാളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ കല്യാണം കഴിച്ചേ പറ്റൂ, എനിക്ക് ആരെങ്കിലും ഒരാളെ കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ പലപ്പോഴും നേരത്തെ ക്ലൈന്റിന്റെ കേസ് പറഞ്ഞ പോലെ ചിലപ്പോ എന്നാ ഇതെങ്കിൽ ഇത് എന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പൊ എന്തിനു നമ്മൾ കല്യാണം കഴിക്കുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ആർക്ക് വേണ്ടിയിട്ട് കല്യാണം കഴിക്കുന്നു, നമുക്ക് ശരിക്കും പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ടാണോ, അത്രയും സെക്ഷൽ നീഡ് ഉണ്ടോ, വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണോ, നാട്ടുകാരെ കാണിക്കാനാണോ, അതോ എനിക്ക് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ഒരു നല്ല പാർട്ട്ണറിനെ കിട്ടിയാൽ മതിയോ എന്നുള്ളതൊക്കെ നമുക്ക് ആലോചിക്കാവുന്നതാണ്. എന്ത് വേണം എന്നുള്ള ധാരണ നമുക്ക് നന്നായി ആവശ്യമുണ്ട്. അത് കല്യാണം കഴിക്കാൻ പോകുന്ന ഓരോ വ്യക്തിക്കും ആവശ്യമുണ്ട്. മാം, ചാറ്റ് ബോക്സിൽ ഒരാൾ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. ലവ് മാരേജ് പേരൻസിനെ കൊണ്ട് എങ്ങനെ നമുക്ക് കൺവിൻസ് ലവ് മാരേജ് നമ്മൾ ആണെങ്കിൽ പേരൻസിനെ കൊണ്ട് എങ്ങനെയാ അത് കൺവിൻസ് ആക്കേണ്ടത്? പാരൻസിന്റെ അടുത്ത് നമ്മൾ എന്തായാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. പലപ്പോഴും കൺവിൻസ് ആവാതെ വരുന്ന സിറ്റുവേഷൻ ഒന്ന് ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ്, മതം, കാസ്റ്റ്, ഇതൊക്കെയാണ്. പിന്നെ ആളുടെ ജോലി, നിറം, ഭംഗി, ഇതൊക്കെയാണ് പലപ്പോഴും ഇതിൽ പ്രശ്നമാവാറുള്ളത്. അപ്പോ നമ്മൾ അതിൽ കംഫർട്ടബിൾ ആണ്, ഇത് ഉറപ്പാണ്, ഇവരിങ്ങനെയാണ് എന്നുള്ളത് അവരുടെ അടുത്ത് സംസാരിക്കുക എന്നുള്ളതിനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ സംസാരിച്ചിട്ട് അവരെന്തായാലും ഒന്ന് മനസ്സിലാക്കണമല്ലോ, അതിനെപ്പറ്റി സംസാരിക്കാൻ നമ്മൾ ഷുവർ ആണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക, അത്രയുമേ നമുക്ക് അതിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മാം പിന്നെ മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? ഒരു ഭാഗത്ത് ഇമോഷണലി ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാള്, അതായത് അയാൾക്ക് ദേഷ്യം, സങ്കടം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ആള്, അയാള് ഇമോഷൻസിനെ അങ്ങോട്ട് കൂടുതലായിട്ട് ആക്കുന്നില്ല, എല്ലാം അങ്ങനെ തന്നെ വിടുന്ന ഒരാള്. പക്ഷെ മറുഭാഗത്ത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ സങ്കടം വരുന്ന, ചെറിയൊരു കളിയാക്കിയാൽ തന്നെ പെട്ടെന്ന് സങ്കടം വരുന്ന അങ്ങനത്തെ ഒരാള്, ഇവര് രണ്ടുപേരും എങ്ങനെയാണ് ജീവിച്ചു പോവുക? അതായത് ഇപ്പൊ ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളെ മറ്റേ മനസ്സിലാക്കുന്നില്ല, അപ്പം അതെങ്ങനെയാണ് അവർ രണ്ടുപേരും തമ്മിൽ ജീവിക്കുന്നത്? സെൻസിറ്റീവ് ആയിട്ടുള്ള ആള് സ്റ്റേബിൾ ആയിട്ടുള്ള ആള് മനസ്സിലാക്കുന്നില്ല എന്നാണോ? അതാ ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ അവരെ എങ്ങനെയാണ് നമ്മൾ കൺവിൻസ് ചെയ്യുക? ലൈക്ക് ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ആള് ചെറിയ കാര്യങ്ങൾക്ക് പോലും
ടെൻഷൻ ആവും, സങ്കടം വരും, എന്തിനാ ജീവിക്കുന്നതെന്ന് പോലും തോന്നും. പക്ഷെ മറ്റേയാളെ ചിന്തിക്കുക, ഇതിപ്പോ എന്ത് കാര്യം, ഇതിലിപ്പോ ടെൻഷൻ അടിക്കാൻ മാത്രം കാര്യമൊന്നും ഇല്ലല്ലോ, അയാളത് സില്ലിയാക്കി വിടുക. അപ്പം ഇയാൾ എങ്ങനെയാണ് ഇത് കൺവിൻസ് ചെയ്യിപ്പിക്കുക? ബെറ്റർ ദേ ഗോ ഫോർ എ കപ്പിൾ കൗൺസിലിംഗ്. കാരണം ഈ ഇമോഷണലി ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള ആൾക്ക് എന്തെങ്കിലും ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത്, അതായത് ഇമോഷൻ കൺട്രോൾ ചെയ്യാതെ ആ ഇമോഷൻ റെഗുലേഷനെ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടോ എന്നുള്ളത് ആദ്യം നോക്കേണ്ടതുണ്ട്. അങ്ങനെ എന്തെങ്കിലും റെഗുലേഷൻ അഫക്റ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യേണ്ടി വരും. പിന്നെ മറ്റേയാൾ ഇമോഷണലി സ്റ്റേബിൾ ആണ് എന്നുള്ളത് നമ്മൾ പുറമേക്ക് കാണുന്നതാണ്. അവരുടെ ഇമോഷൻസിനെ അവര് സപ്രസ് ചെയ്യുന്നതാണെങ്കിലോ റിപ്രസ് ചെയ്യുന്നതാണെങ്കിലോ എന്നിട്ട് അവസാനം ഒരു ദിവസം പൊട്ടിത്തെറിക്കുമെങ്കിലോ, ഇതൊക്കെ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് ആണ്. നമുക്ക് പറയാൻ പറ്റില്ല ഇവരെന്താവും എങ്ങനെയാവും എന്നുള്ളതൊക്കെ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ലയന്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരെ കപ്പിൾസ് തെറാപ്പിക്ക് അണ്ടർഗോ ചെയ്യിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നിട്ട് രണ്ടുപേരെയും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഡെപ്ത് അനാലിസിസ് തന്നെ ആവശ്യം വരും. എന്നാൽ തന്നെ നമുക്ക് അപ്പുറത്തെ ആളെ കൺവിൻസ് ചെയ്യിക്കാൻ സാധിക്കുള്ളൂ. നമുക്ക് പെരിഫറലി നമ്മൾ ഒബ്സർവ് ചെയ്ത് നമ്മുടെ ഒരു ഒബ്സർവേഷൻ മാത്രമാണ്, നമ്മുടെ ഇൻഫറൻസ് ഒന്നുമല്ലല്ലോ. മാം ഒരു കാര്യം പറയട്ടെ. ഇപ്പം മറ്റേ അദ്ദേഹം പറഞ്ഞ കണക്ക് ഐഡിയൽ മാച്ചിനെ പറ്റിയിട്ടാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 50-50 റിലേഷൻഷിപ്പ് ആണല്ലോ മാരേജ്. ബട്ട് സംടൈംസ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് മേ ബി ഒരു 70-30 ആകാം, അല്ലെങ്കിൽ 60-40 കൂടെ ആവാം. ഇതിപ്പോ കറക്റ്റ് മാച്ച് ദ ഫോളോയിങ് എടുത്ത് കിട്ടാൻ പറ്റുന്ന ഒരു സംഭവം അല്ലല്ലോ. അപ്പൊ ഡെഫിനറ്റ്ലി ഇപ്പൊ സൈക്കോളജി തന്നെ പറയുന്ന കണക്ക് ദർ ഈസ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് അല്ലേ. ആ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് ഓരോ വ്യക്തിയും എന്താ പറയാ യുണീക്ക് ആവുന്നത്. അപ്പം സെയിം ജോലി ആയിക്കോട്ടെ, സെയിം സാഹചര്യങ്ങളിൽ ബ്രോട്ടപ്പ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണെങ്കിൽ പോലും അവരുടെ ഇമോഷണൽ അല്ലെങ്കിൽ അവർ പല കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നതും ഡിഫറെന്റ് മാനേഴ്സ് ആയിരിക്കും. ഒരാള് മേ ബി ഇപ്പൊ റിലേഷൻഷിപ്പിൽ കാണുമ്പം ഫീമെയിൽസ് ആർ മോർ ഇമോഷണൽ വൈൽ മെയിൽസ് ആർ മോർ വാട്ട് വി ക്യാൻ സേ ദേ ആർ മോർ ലോജിക്കൽ അല്ലേ. അവരപ്പം ഇപ്പം മെയിൽസ് അപ്പൊ ഫീമെയിൽസ് എന്തെങ്കിലും ഒരു പ്രോബ്ലം പറയുമ്പോൾ അവർ ഇമോഷണലി ആയിട്ടായിരിക്കും അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ആ സമയത്ത് കൊണ്ട് നീ അങ്ങനെ ചെയ്യണമായിരുന്നു, ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്നുള്ള രീതിക്ക് ലോജിക്കൽ ആൻസേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പകരം കേൾക്കുക, വിഷമം മനസ്സിലാക്കുക. സോ നമ്മൾ ഏതിപ്പോ ഒരു ഡോക്ടർ, രണ്ട് പാർട്ട്നേഴ്സും ഡോക്ടർ ആയിക്കോട്ടെ, ഒരാള് ചിലപ്പം സെൻസിറ്റീവ് ആയിട്ട് പല വിഷയങ്ങളെ കാണുമ്പോൾ മറ്റേ ആള് തികച്ചും പ്രൊഫഷണൽ ആയിട്ടായിരിക്കും കാണുന്നത്. സോ സെയിം ജോബ് ബാക്ക്ഗ്രൗണ്ട് ആണ് അപ്പൊ എൻ്റെ ലൈഫ് ഭയങ്കരമായിട്ടും ഇതാകും, സെറ്റ് ആകും എന്നുള്ള ധാരണ സത്യത്തിൽ ഓപ്പോസിറ്റ് ആണ്. അത് അങ്ങനെയും ചിലപ്പോൾ ഉണ്ടാകത്തില്ല. പിന്നെ അതുപോലെ തന്നെ പേരൻസിനെ കൺവിൻസ് ചെയ്യുന്ന രീതിക്ക് നമ്മൾ മെച്യൂർ ആണെന്ന് മാക്സിമം പേരൻസിനെ ബോധ്യപ്പെടുത്തുക. ഇതൊരു സില്ലി കാര്യമല്ല. We both are very serious in this relationship. We can handle it. We can handle it and we are mature enough എന്നുള്ളത് ബോധ്യപ്പെടുത്തുക. പിന്നെ മൂന്നാമതൊരാൾ വഴി നിങ്ങളുടെ പേരൻസ് അറിയാതെ ഒരു മെച്യൂർ സ്റ്റേജിൽ എത്തുമ്പോൾ നിങ്ങൾ തന്നെ ഓപ്പൺ അപ്പ് ആക്കുക. ഈ മൂന്നാമതൊരാൾ വഴി നമ്മുടെ പേരൻസ് അറിയുന്നിടത്താണ് അത് അപ്പനെ ക്ലാഷ് ആവും. സോ നിങ്ങൾ തന്നെ നിങ്ങളുടെ പേരൻസിന്റെ അടുത്ത് പറയുക നിങ്ങൾ മെച്യൂർ ആണെന്നുള്ളതും ഒരു രണ്ടു കൂട്ടർക്കും ഒരു ജോബൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒഫീഷ്യലി ഒരു മീറ്റിംഗ് വെച്ച് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി മോർ ബെറ്റർ. ഇതില് പാരന്റ്സിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതിലുപരി പാരന്റ്സ് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവര് രണ്ടുപേരും അഡൾട്ട്സ് ആണ്. അവർക്ക് തീരുമാനം എടുക്കാനുള്ള പ്രായമായി, ചെയ്യാനുള്ള പ്രാപ്തിയായി. ഇപ്പൊ നമ്മുടെ പാരന്റ്സിന്റെ ഒക്കെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് 50 വയസ്സായാലും അവര് തീരുമാനിക്കും നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത്, അവര് ജീവനോടെ ഉണ്ടെങ്കിൽ. അതാണ് നമ്മുടെ കൾച്ചറിൽ നടക്കുന്ന ഒരു പാരന്റിങ് എന്ന് പറയുന്നത്. അപ്പൊ പാരന്റ്സ് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു 20 അബോവ് ആയി കഴിഞ്ഞാൽ എന്റെ കുട്ടി അഡൾട്ടായി, അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്, ജീവിത ശൈലികളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്, അനിഷ്ടങ്ങളുണ്ട് എന്നുള്ളതിനെ പാരന്റ്സ് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ എപ്പോഴും നമ്മളുടെ മെച്ചൂരിറ്റി അല്ലെങ്കിൽ യങ് അഡൾട്ട്സിന്റെ മെച്ചൂരിറ്റിനെ പാരന്റ്സിനെ ബോധ്യപ്പെടുത്തുക മാത്രമല്ല ചെയ്യേണ്ടത്, ബൈ ഡയറക്ഷണൽ ആണ്. നമുക്ക് എപ്പോഴും പാരന്റ്സിനെ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല
പാരന്റ്സിന്റെ അടുത്തുനിന്ന് ചിലത് നമുക്ക് ഇങ്ങോട്ട് കിട്ടേണ്ടതുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ മെച്യൂരിറ്റി നമ്മൾ എപ്പോഴും ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് വരില്ല. അത് അവര് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവർ അഡൾട്ടാണ്, നമ്മളൊരു ഗ്യാപ്പ് എടുക്കേണ്ടതുണ്ട്. അത് അവരുടെ അഡൾട്ട് ലൈഫാണ് എന്നുള്ളത് പാരന്റ്സ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ചോദിച്ചോളൂ. മാഡം, ബെസ്റ്റ് ബെറ്റർ ലൈഫ് പാർട്ട്ണർ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള വേസ് ഉണ്ട്. ഇപ്പൊ ലൈഫ് ഇപ്പൊ മാട്രിമോണിയിലാണ് വെച്ചാൽ നമുക്ക് ആക്സസ് കിട്ടുന്നത് പാരന്റ്സിനോടായിരിക്കും. ഞാനൊരു 3 ഡിഗ്രിയുള്ള ആളാണ്. അപ്പൊ കോൺടാക്ട് ചെയ്യുമ്പോൾ എന്റെ മോള് ബിടെക് ആണ്, ഞങ്ങള് ബിടെക് വരെ നോക്കുന്നതെന്ന് പറയും. എന്റെ കമ്പനിയിൽ ബിടെക് കാര് 10,000 രൂപയ്ക്കും 12,000 രൂപയ്ക്കും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്പർ 1. നമ്പർ 2, ഞങ്ങൾ ഗവൺമെന്റ് എംപ്ലോയീസിനെ പ്രിഫർ ചെയ്യുന്ന പറയും. ഗവൺമെന്റ് എംപ്ലോയീസ് കിട്ടുന്ന സാലറി 40,000 to 50,000. ഞാൻ 1,50,000 സാലറി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ പെൺകുട്ടികളോട് ആക്സസ് കിട്ടില്ല, അവിടെ റെസ്ട്രിക്ട് ചെയ്യപ്പെടുന്നത്. ഒരു ഫിൽട്രേഷൻ അവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് പറ്റുന്ന അപ്പോ എനിക്ക് ഗേൾസിനെ നോക്കുന്നെങ്കിൽ ഗേൾസിനെ ആക്സസ് ചെയ്യാനും, സെയിം വേ ഗേൾസിന് ബോയ്സ് ആക്സസ് ചെയ്യാനും നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ കൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ആഫ്റ്റർ ടോപ്പിക് ആണെങ്കിൽ ചോദിക്കാം മാഡത്തിന്റെ സജഷൻ. നമുക്ക് കുറെ ഡേറ്റിംഗ് ആപ്പുകളൊക്കെ ഉണ്ട്, അതിൽ കൂടെ ട്രൈ ചെയ്ത് നോക്കാം. മലയാളികൾക്ക് ഇപ്പൊ ബംബിൾ, അരികെ എന്നുള്ള ഡേറ്റിംഗ് ആപ്പുകളൊക്കെ ഉണ്ട്, അതിൽ കൂടെ നോക്കാം. പിന്നെ നമ്മൾ പുറത്തിറങ്ങുക, സോഷ്യലൈസ് ചെയ്യുക, മറ്റേ ലിറ്ററേച്ചർ ഫെസ്റ്റ് പോലെയുള്ള പരിപാടികൾക്കൊക്കെ പോവുക. അപ്പൊ അവിടെ എന്തെങ്കിലും പരിപാടി നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ ഹായ്, ഹലോ, ഹൗ ആർ യു, വാട്ട് ഈസ് യുവർ നെയിം, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ള സംസാരിക്കുക. സംസാരിച്ച് വരുമ്പോൾ ഒരിഷ്ടമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അങ്ങനെ നമുക്ക് ശ്രമിച്ചു നോക്കാം. പിന്നെ നമ്മളൊരു പൊട്ടൻഷ്യൽ പാർട്ട്ണറിനെ തിരയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആരിലും ആ പൊട്ടൻഷ്യൽ പാർട്ട്ണറിനെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ആ ഒരു ഉദ്ദേശത്തോട് തന്നെ കൂടി തന്നെ നമുക്ക് ശ്രമിച്ചു നോക്കാം. സോഷ്യലൈസ് ചെയ്യുന്നത് കുറച്ചും കൂടി കൂട്ടുക എന്നുള്ളത് ആണ് പിന്നെ ചെയ്യാനുള്ളത്. നമുക്ക് നിലവിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. മാം, ഒരു ക്വസ്റ്റ്യൻ ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. മാരേജ് കഴിയുമ്പോൾ ഗ്ലാമർ കുറഞ്ഞ ആളും കൂടിയ ആളും ആണെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വരുമോ? അതൊക്കെ ഒരാളുടെ പെർസെപ്ഷൻ അല്ലേ, ഓരോരുത്തരുടെ പെർസെപ്ഷൻ അല്ലേ ഗ്ലാമർ എന്ന് പറയുന്നതൊക്കെ. അതില് ഈ കുറഞ്ഞ ആളും കൂടിയ ആളും എങ്ങനെ അവനവനെ പെർസീവ് ചെയ്യുന്നു, എങ്ങനെ മറ്റേ ആളെ പെർസീവ് ചെയ്യുന്നു, ഇനി അത് അവർക്കൊരു വലിയ പ്രശ്നമാണോ അല്ലയോ എന്നുള്ളതൊക്കെ ചോദ്യങ്ങളാണ്. ഗ്ലാമർ എന്നുള്ളത് മാത്രമായിരിക്കില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് അവിടെ ഫാക്ടർ ആയിട്ടുണ്ടാവുക. അത് ഒരൊറ്റ ഫാക്ടർ മാത്രമായിരിക്കും. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരുണ്ട്, ഇല്ലാതിരിക്കുന്നവരുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഗ്ലാമർ ഇപ്പോ ഞാൻ പെർസീവ് ചെയ്യുന്ന എൻ്റെ ഒരു സൗന്ദര്യ സങ്കല്പം ആയിരിക്കില്ല എൻ്റെ പാർട്ട്ണറിന്റെ സൗന്ദര്യ സങ്കല്പം. അപ്പൊ അതൊക്കെ പെർസെപ്ഷൻ ആണല്ലോ, അതിനൊന്നും നമുക്ക് ഒരു ഫാക്ടർ ആയിട്ട് എടുത്ത് സംസാരിക്കാൻ പറ്റില്ല. ശരിയാണ്. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാം, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ചോദിച്ചു. ദിസ് ഈസ് ഒരു റിപ്ലൈ ആണ് ടു ദാറ്റ് ബ്രദർ. നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവര് ഡിമാൻഡ്സ് വെക്കും. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫീൽഡിൽ ഇറങ്ങി നോക്ക്, പ്രേമിക്ക്. സത്യം പറഞ്ഞാൽ അതേ ഉള്ളു. നമ്മളെ ഒരാളെ പ്രേമിക്കുമ്പോൾ സത്യം പറഞ്ഞ കണ്ടീഷൻസ് ഇല്ലല്ലോ, ഫീലിങ്സ് അല്ലേ. അവിടെ ചിലപ്പം ഫിനാൻഷ്യൽ നോക്കത്തില്ല, എന്നെക്കാട്ടില് ജോലി ഉണ്ടോ അല്ലെങ്കിൽ ഏൺ ചെയ്യുന്ന ആളാണോ ഇല്ലയോ ഫാമിലി ഒന്നും നോക്കത്തില്ല. ജസ്റ്റ് ഫീലിങ്സ് മാത്രമായിരിക്കും അവിടെ വർക്ക്ഔട്ട് ആവുന്നത്. ജസ്റ്റ് ആ ഒരു വ്യക്തിയെ നോക്കുക, ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് പ്രൊസീഡ്. നമ്മൾ പ്ലാറ്റ്ഫോംസ് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഈ പ്ലാറ്റ്ഫോമിൽ വരുന്ന പ്രൊഫൈൽസ് ഒക്കെ ഡിമാൻഡ്സ് വെക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കാണത്തുള്ളു. അല്ലാതെ നമ്മൾ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യും, കിട്ടും ഇപ്പൊ നല്ലൊരാളെ. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ സജഷൻ. താങ്ക് യു ബ്രോ. ജോലി ചെയ്തുകൊണ്ട് അതിനുള്ള സമയമില്ല. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ സൗകര്യമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കോളേജ് കാലഘട്ടത്തിൽ ഇത്രയും സോഷ്യലൈസിങ് ഉണ്ടായിരുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി 90s ആയിപ്പോയി. താങ്ക് യു. ബട്ട് ഇവിടെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പം ഈ ഒരു പ്രണയ വിവാഹമാണെങ്കിലും ഇപ്പം പറഞ്ഞല്ലോ, പ്രണയിക്കുന്ന സമയത്ത് ഇമോഷൻസിനാണ് അല്ലെ ഫീലിങ്സിനാണ് എന്നുള്ളൊരു പ്രാധാന്യം എന്നുള്ളത്. ഒരു കണ്ടീഷൻസ് ഉണ്ടാവില്ല എന്നുള്ളത്. ബട്ട് ഈ കണ്ടീഷൻസ് ഇതൊക്കെ വരെ ആഫ്റ്റർ മാരേജ് ആയിരിക്കില്ലേ. പിന്നെ ഇപ്പം മാം പറഞ്ഞതുപോലെ ഒരു വർഷമൊക്കെ മനസ്സിലാക്കി ഒരുമിച്ച്
ഷെയറിങ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിക്കാന്ന് പറയുന്നില്ലേ? അവിടെ ചിലപ്പം ഈ കണ്ടീഷൻസ് ഒന്നും ആ സമയത്ത് നോക്കില്ല. പിന്നെ കല്യാണത്തിന് ശേഷമായിരിക്കും ഇതൊക്കെ എന്താ ചെയ്യാ പുറത്തേക്ക് വരുന്നുണ്ടാവാം. അപ്പൊ അതും പ്രശ്നമല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളുടെ ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും 100% നമുക്ക് ഓക്കെ ആണ് എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. അതിനപ്പുറത്തേക്ക് ഒരാളില് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ആയിട്ടുള്ള ഒരു നല്ല പോസിറ്റീവ് ക്വാളിറ്റി ഉണ്ടാവും. അതിൽ തൃപ്തിയായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ശരിക്കും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. അതിപ്പോ നമ്മള് എല്ലാം തികഞ്ഞായിട്ടുള്ള ഒരു വ്യക്തി, ഇപ്പൊ നമ്മള് വിചാരിക്കുന്നു എനിക്ക് കിട്ടേണ്ട പാർട്ട്ണർ ഇതല്ല എന്നുള്ളത്, പക്ഷെ ആ സെയിം സൈഡും ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പൊ നമ്മള് ഈ ഫാമിലി ലൈഫ് എന്ന് പറയുമ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളുടെ പാർട്ട്ണർ ഈതർ സൈഡ് നമ്മൾ എന്ത് ചെയ്യാ അവരിലുള്ള പോസിറ്റീവ് ക്വാളിറ്റി നോക്കിയിട്ട് അത് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതായിരിക്കും. ഇപ്പൊ ഈ ഒരു ഈവൻ നമ്മൾ 1 year 2 year അവരെ പരിചയപ്പെട്ട് ഇതാക്കി കഴിഞ്ഞാൽ ചിലപ്പം മാരേജിന് ശേഷമായിരിക്കും പല കണ്ടീഷൻസും വന്നു ചേരുന്നത്. അപ്പൊ അവിടെ അത് പ്രോബ്ലം ആവും. അത് ഒരു വളരെ പറയാൻ ഉദ്ദേശിച്ച വളരെ സിംപ്ലി പറയുകയാണെങ്കിൽ ആരും പെർഫെക്റ്റ് ആവണമെന്നില്ല. നമ്മളും പെർഫെക്റ്റ് അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടണ ആളും പെർഫെക്റ്റ് ആവണം എന്നൊന്നും നമുക്ക് വാശി പിടിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത്. യെസ്, ഓക്കെ. താങ്ക് യു മാം. നിങ്ങൾ ആരും ലീവ് ചെയ്ത് പോവല്ലേ, നിങ്ങൾക്ക് കൂടെ ഉപകാരമുള്ള ഒരു കാര്യം എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ടാ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മളിലെ പാർട്ട്ണർ നമ്മളും 2 പേഴ്സണാലിറ്റി ആവുമ്പോ ഇത് എഫക്ട് ചെയ്യാറുണ്ടോ? എല്ലാവരും എന്താണെങ്കിലും 2 പേഴ്സണാലിറ്റി ആയിരിക്കും. ഒരിക്കലും എന്നെ പോലെ ആയിരിക്കില്ല എൻ്റെ പാർട്ട്ണർ. അത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. തുടക്കത്തിലെ നമ്മുടെ കൂട്ടത്തിൽ ആരോ പറഞ്ഞു നമ്മൾ യുണീക്ക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണെന്നുള്ളത്. യുണീക്ക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയതുകൊണ്ട് തന്നെ എന്താണെങ്കിലും ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ കാര്യങ്ങളെ പെർസീവ് ചെയ്യുന്നതില്, മനസ്സിലാക്കുന്നതില്, ഡീൽ ചെയ്യുന്നതില്, നമ്മളുടെ സന്തോഷങ്ങൾ കണ്ടെത്തുന്നതില്, ദേഷ്യങ്ങൾ വരുന്നതില്, ഇഷ്ടങ്ങളില്, അനിഷ്ടങ്ങളില് ഒക്കെ നമ്മൾ ഡിഫറെന്റ് ആയിരിക്കും. അത് പേഴ്സണാലിറ്റി ഭയങ്കര നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള ആന്റി സോഷ്യൽ ആയിട്ടൊക്കെയുള്ള പേഴ്സണാലിറ്റി ഒക്കെ ആണെങ്കിൽ അത് നമുക്ക് ഹാംഫുൾ തന്നെയാണ്. പാരനോയിഡ് ആയിട്ടുള്ള ഭയങ്കര പേഴ്സണാലിറ്റി ആണെങ്കിൽ ഹാംഫുൾ ആണ്. പാരനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സംശയമല്ല, വളരെ അധികം രീതിയിൽ സംശയമൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഹാംഫുൾ ആണ്. ആന്റി സോഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദ്രവിക്കാം, നമ്മളെ പറ്റി ഒരു കൺസേണും ഇല്ലാതിരിക്കുക, നമ്മുടെ റൈറ്റ്സിനെ പറ്റി ഒരു കൺസേണും ഇല്ലാതിരിക്കുക, അങ്ങനെയുള്ളവരാണ് ആന്റി സോഷ്യൽ എന്നൊക്കെ നമ്മൾ വിളിക്കുക. അപ്പോൾ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അതായത് നമ്മളുടെ സെൽഫ് എസ്റ്റീമിനെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്യുക, നമ്മൾക്ക് മറ്റൊരു സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യുക. അങ്ങനെയൊക്കെ ഒരു ടോക്സിസിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മോശമാണ്. അതർവൈസ് നമുക്ക് എങ്ങനെയുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും ഏറ്റവും നല്ലത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ട്രയൽ ആൻഡ് എററിൽ കൂടെ തന്നെ ഓരോരുത്തരും കണ്ടെത്തി തന്നെ വേണം നമുക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഫിറ്റ് ആവുക. ഫിറ്റ് ആവുക എന്നുള്ളതല്ല, നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഫ്ലെക്സിബിൾ ആയിട്ട് ഫ്രീ ആയിട്ട് ആരുടെ കൂടെ ആയിരിക്കും നമുക്ക് പോകാൻ പറ്റുക എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതാണ്. മാം ഒന്നുകൂടി ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ. മാഡം റെഡിനെസ് കാര്യം പറഞ്ഞല്ലോ. ഇപ്പോ ഗേൾസിൽ ചില സമയത്ത് പെൺകുട്ടികൾ റെഡി ആയിരിക്കില്ല മാരേജിൽ, അവരുടെ ഫാമിലിയുടെ കൺസെന്റ് പ്രഷർ കൊണ്ട് മാരേജ് റെഡി ആവുന്ന പറ്റും. അപ്പോ അങ്ങനത്തെ മാരേജ് എത്രത്തോളം നല്ലതായിരിക്കും? നമുക്ക് അങ്ങനത്തെ റെഡിനെസ് ആണോ ഉണ്ടോ ഇല്ല എന്നുള്ളത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞത് കൺവെൻഷണൽ ടൈപ്പ് ഓഫ് മാരേജ്, അറേഞ്ച് മാരേജ്. എനിക്ക് മനസ്സിലായില്ല ചോദ്യം, ഒന്നും കൂടെ പറയാമോ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാമോ? മാഡം റെഡിനെസിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. റെഡിനെസിന്റെ കാര്യം പറഞ്ഞിരുന്നു. അറേഞ്ച് മാരേജിൽ പ്രൊപ്പോസൽ ആയിട്ട് വരുമ്പോൾ ചിലപ്പോ പെൺകുട്ടി റെഡി ആയിരിക്കില്ല, ഹയർ സ്റ്റഡീസ് പെർസ്യൂ ചെയ്യാനോ കുറച്ച് ടൈം എടുത്ത് മാരേജ് ചെയ്യാനായിരിക്കും പ്ലാൻ ഉണ്ടാകുക. പക്ഷെ പാരന്റ്സിന്റെ പ്രഷർ കൊണ്ട് ഓക്കെ പറയായിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? റെഡിനെസ് ഇല്ലാത്തൊരു കുട്ടിയെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് ആക്ച്വലി അതൊരു ഫ്രൂട്ട്ഫുൾ ലൈഫ് ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിനെ കുറിച്ചൊന്ന് പറയാമോ?
അതിനാണ് നമ്മൾ സംസാരിക്കണം എന്ന് പറയുന്നത്. നമുക്ക് ഈ പറഞ്ഞ പോലെ വേറെ കഴിവുകളൊന്നും ഇല്ലല്ലോ അത് മനസ്സിലാക്കാനായിട്ട്. നമ്മൾ ചോദിക്കന്നെ വേണം, നിങ്ങൾ റെഡിയാണോ ഈ മാരേജിന് എന്നുള്ളത്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പാരന്റ്സിന്റെ പ്രഷർ ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്തിനാ ഇപ്പൊ കല്യാണം കഴിക്കാൻ പോണേ എന്ന് ഒരു ധാരണയും ഇല്ലാത്തൊരു കുട്ടിയായിരിക്കും. അപ്പൊ നമ്മൾ അവരോട് പതുക്കെ പതുക്കെ സംസാരിച്ച് അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ എടുക്കണം, നിങ്ങൾ റെഡിയാണോ, എന്നെ കല്യാണം കഴിക്കാൻ റെഡിയാണോ, കല്യാണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്, എന്തൊക്കെ ഉണ്ടാവും എന്നാ വിചാരിക്കുന്നത്, അപ്പോൾ ഇങ്ങനെ വീട് മാറുന്നത് നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കുമോ, അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ എവിടെയാണ്, നിങ്ങളുടെ പൊതുവെ ഉള്ള ജീവിതം നിങ്ങൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാറുള്ളത്, ഇനി കല്യാണം കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റം ഉണ്ടാവും എന്നാണ് നിങ്ങൾ വിചാരിക്കണത്, ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, സെക്സിനോടുള്ള നിങ്ങളുടെ ഫിസിക്കലി നിങ്ങൾ ഓക്കെ ആണോ, എന്നോട് അട്രാക്ഷൻ തോന്നുന്നുണ്ടോ, നിങ്ങൾ ഓക്കെ ആയിരിക്കുമോ, അതിനെന്തെങ്കിലും പേടിയുണ്ടോ, നമുക്ക് ആരുടെയെങ്കിലും ഹെൽപ്പ് ചോദിക്കണോ എന്നുള്ളതൊക്കെ ഇതൊക്കെ നമ്മളുടെ ഉള്ളിലുള്ള ചോദ്യങ്ങളായിരിക്കും. ഈ ഉള്ളിലുള്ള ചോദ്യങ്ങളൊക്കെ അവരടുത്ത് ചോദിക്കന്നെ വേണം. എന്നാലൊക്കെ നമുക്ക് കുറെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതർവൈസ് നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈ കുട്ടിക്ക് റെഡിനെസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മുഖം നോക്കിയിട്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഉള്ളിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ. മാം, വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ഒരാൾ ചോദിച്ചാണ്, ഗേളിനാണ് മൂത്തതെങ്കിൽ മാരേജ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അതായത് അങ്ങനെ ഏജ് ഒരു ഇഷ്യൂ ആവാറുണ്ടോ? ഒരിക്കലുമില്ല. ഏജ് ഇഷ്യൂ ആക്കുന്ന ആളുകളുണ്ട്. ഇപ്പോ എനിക്കും എൻ്റെ പാർട്ട്ണറിനും ഏജ് ഒരു ഇഷ്യൂ അല്ലെങ്കിൽ അതൊരു ഇഷ്യൂ അല്ല. ഇപ്പോൾ ഒരു 4 വയസ്സിന് മൂത്തതാണ്, 5 വയസ്സിന് മൂത്തതാണെങ്കിലൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പോഴത്തെ കാലത്ത് ആരും ഏജ് ഒന്നും നോക്കുന്നില്ല. നമുക്ക് പാർട്ട്ണർഷിപ്പ് പോസിബിൾ ആവുന്നുണ്ടോ, കംഫർട്ടബിൾ ആണോ എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. പിന്നെ മാരേജിലേക്ക് വരുമ്പോഴേക്കും ഫാമിലീസ് കൂടെ ഇൻവോൾവ് ആണ്. നമ്മുടെ ഫാമിലീസ് ഒക്കെ നമുക്കറിയാം ഭയങ്കര കൺവെൻഷണൽ ആയിട്ടുള്ള ചിന്തകളുള്ള ആളുകളാണ്. അപ്പൊ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്തില്ലെങ്കിലും ഞങ്ങൾ മാരേജ് ആണ് അല്ലെങ്കിൽ ഒരു ലിവിങ് റിലേഷൻഷിപ്പിൽ നിൽക്കുകയാണ് എന്നുള്ള തീരുമാനം നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ നമ്മൾ സ്ട്രോങ് ആവുക, ഉറപ്പാവുക, എന്നിട്ട് നമ്മൾ ആ തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുക, റെസ്പോൺസിബിലിറ്റി എടുക്കുക നമ്മുടെ തീരുമാനങ്ങൾക്ക്, എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഇപ്പൊ പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല. ഏജ് ഒരു ഫാക്ടർ അല്ല, പാർട്ട്ണർഷിപ്പ് പോസിബിൾ ആയാൽ മതി. മാം, നേരത്തെ ലവ് മാരേജിന്റെ അതിനോട് ബന്ധപ്പെട്ട് ചോദിച്ചതാണ്. അതായത് ഇപ്പോഴും ഇത്ര ഏജ് ആയിട്ടാണെങ്കിലും ചെറിയ കുട്ടികളായിട്ടാണ് നമ്മളെ കാണുന്നത്. അപ്പൊ നിങ്ങൾ ചൂസ് ചെയ്യുന്നതും തെറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പം അവർക്കും ഡിസിഷൻ എടുക്കുന്നതിൽ ഒരു കൺഫ്യൂഷൻ വരാറുണ്ടെന്ന്. അപ്പം അതെങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാമെന്ന്? ചാറ്റ് ബോക്സിൽ വന്ന ചോദ്യമാണോ? അതെ 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 അതെ. ഇത്രയും ഏജ് ആയ ആളാണെങ്കിലും അവർ നമ്മളെപ്പോഴും ചെറിയ കുട്ടികളായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ചൂസ് ചെയ്യുന്നത് കറക്റ്റ് ആവില്ല, അതിപ്പോഴേ ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആവില്ല എന്ന് അങ്ങനെയുള്ള ടൈം ഡിസിഷൻ എടുക്കുന്നത് നമ്മൾക്കൊരു കൺഫ്യൂഷൻ ആണ്. അത് നമ്മളെ ഓരോരുത്തരെയും എങ്ങനെ വളർത്തിയെടുക്കുന്നു എന്നുള്ളതും അതിൽ വലിയ കാര്യമാണ്. ചിലർക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോഴും. അതായത് 30 വയസ്സിലും 35 വയസ്സിലും ഒരു ജോഡി ഡ്രസ്സ് പോലും സ്വന്തം ഇഷ്ടത്തിന് എടുക്കാത്ത ആളുകളുണ്ട് നമ്മുടെ ചുറ്റും. അവർക്ക് എപ്പോഴും പാരന്റ്സ് ആണ് എടുത്തു കൊടുക്കാറ്. എല്ലാ ഡിസിഷനും പാരന്റ്സ് ആണ് എടുക്കാറ്. ഇപ്പൊ സ്കൂളിൽ നിന്ന് ടൂറിന് പോകണോ വേണ്ടയോ, ആര് കൂട്ടുകൂടണം ആര് കൂട്ടുകൂടരുത് എന്നുള്ളതൊക്കെ തീരുമാനം എടുക്കുന്ന ആളുകൾ പാരന്റ്സ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ അവരെ സ്വയം തീരുമാനം എടുക്കാനായിട്ട് പ്രാപ്തരാക്കുക എന്നുള്ളതേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. കൺഫ്യൂഷൻ ഉണ്ടാവും, എന്തായാലും കൺഫ്യൂഷൻ ഉണ്ടാവും. അതില് എന്താണ് വേണ്ടത് എന്നുള്ളത് നമുക്കൊരു തീരുമാനം എടുക്കാമല്ലോ. നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. അപ്പൊ 2 hours നമ്മളുടെ ഇനി ക്വസ്റ്റ്യൻ ഒന്നും കണ്ടില്ല ഞാൻ, അതുകൊണ്ടാണ്. വാല്യുബിൾ ആയി ആദ്യത്തെ ഇനിഷ്യലി ട്വിങ്കിൾ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ മാം തന്നു. താങ്ക് യു സോ മച്ച്. ഇതിനകത്തുള്ള പാർട്ടിസിപ്പൻസിനോടും താങ്ക് യു. നിങ്ങൾ വളരെ കോപ്പറേറ്റീവ് ആയിട്ട് അറ്റൻഡ് ചെയ്തു. ഇനി വരുന്ന സെഷൻസിന് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ്. നമ്മളെ അപ്കമിങ് മന്തിലൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും സെഷൻസ് ആയിട്ട് വരും. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റുഡൻസും അതുപോലെ തന്നെ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും അല്ലാത്തവരും പേരൻസ് ആയിട്ടുള്ളവരും ഒക്കെ ഉണ്ടെന്നാണ്. അപ്പം
നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഗ്രൂപ്പിൽ പറയും. ജസ്റ്റ് നമ്മുടെ ഈ കോഴ്സിന്റെ കാര്യം കുറച്ച് പേര് എനിക്ക് പേഴ്സണൽ ഇതിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പറയാണ്, നമ്മുടെ കോഴ്സ് അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഈ മാം എടുത്തതുപോലെ തന്നെ പാരന്റിങ് അല്ല സോറി പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിന്റെ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ മാരേജിനെ പറ്റിയുള്ള അങ്ങനത്തെ ഉള്ള ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് ഭാവിയിൽ ഇതുപോലെ കൺസൾട്ടേഷൻ ഇതുപോലത്തെ വരുന്ന കേസുകളൊക്കെ എടുക്കണം എന്നൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കൗൺസിലിംഗ് ആൻഡ് തെറപ്യൂട്ടിക് കോഴ്സ് സൈബ്രിഡ്ജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സിന്റെ പേര് ഐഫർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ്, പേര് സൈബ്രിഡ്ജ് എന്നാണ്. നമ്മുടെ മെയിൻ ഫോക്കസ് ഇതിനകത്ത് CBT ആണ് വരുന്നത്. CBT എന്ന് പറയുമ്പം പേഴ്സണലൈസ്ഡ് അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് CBTs ആണ്. CBT ഫോർ ഡിപ്രഷൻ, ആൻസൈറ്റി, OCD അങ്ങനെ ഡിഫറെന്റ് മൊഡ്യൂൾസ് ഓഫ് CBTs ഇതിനകത്ത് വരുന്നുണ്ട്. ഫാക്കൽറ്റീസ് എല്ലാം തന്നെ IIT-യിലെ ടോപ്പ് നോച്ച് സീനിയർ കൗൺസിലേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുമാണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഗ്രൂപ്പിൽ നമ്മുടെ അടുത്ത് കണക്ട് ചെയ്താൽ നമ്മൾ പറയുന്നതായിരിക്കും. അതോടൊപ്പം ഇനി സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് അല്ല, നിങ്ങളൊരു പേരന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ എടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ എങ്ങനെ കുട്ടികളെ വളർത്തണം. ഇപ്പൊ ന്യൂ പേരൻസ് ആണെങ്കിലൊക്കെ ഡൗട്ട് കാണും, എങ്ങനെ കുട്ടികളെ ഒരു നർച്ചറിങ് എൻവയോൺമെന്റിൽ വളർത്താം, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഹെൽത്തി ചൈൽഡ് പേരന്റ് റിലേഷൻഷിപ്പ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതിനൊക്കെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു കോഴ്സാണ് നമ്മളുടെ ഹാപ്പി കിഡ് എന്ന് പറഞ്ഞിട്ട് പേരന്റിങ് റിലേറ്റഡ് കോഴ്സ്. ഷൗക്കത്ത് അലി സാർ ആയിരിക്കും ക്ലാസ് എടുക്കുക. അപ്പൊ ഈ 2 കോഴ്സ് ഇപ്പൊ എനിക്ക് ഈ പാർട്ടിസിപ്പന്റ് ലിസ്റ്റിൽ കാണാൻ പറ്റും. നമ്മുടെ തന്നെ സ്റ്റുഡൻസ് ഇതിനകത്ത് ഉണ്ട്. അതായത് സൈബ്രിഡ്ജിന്റെയും ഹാപ്പി കിഡിന്റെ ഒക്കെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവരൊക്കെ ഇതിനകത്തുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു സോ മച്ച്. അടുത്ത സെഷൻസിന് വേണ്ടിയിട്ട് ഹോസ്റ്റിന്റെ പേര് പറഞ്ഞില്ല. താങ്ക് യു. ഹോസ്റ്റിന്റെ പേര് പറഞ്ഞില്ല. താങ്ക് യു അപർണ മാം. ഓക്കെ, എന്റെ പേര് ഡീന. ഓക്കെ ഡീന.